അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്കിന്ന് വിശദീകരിക്കാനുള്ള 13 മുതൽ അതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ അനന്തരാവകാശ നിയമങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ശേഷം ബാക്കി വരാനുണ്ട്. എൻ്റെ ഇടയിൽ അല്ലാഹു തആല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ആദ്യത്തെ 2 ആയത്തുകളിലൂടെ. പിന്നീട് ലാസ്റ്റ് നമ്മൾ ഓതിയ 2 ആയത്തുകളിൽ ജാഹിലിയ്യ കാലത്ത് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു നിയമമാണ്. ആ നിയമത്തെ വിശുദ്ധ ഖുർആനിൽ തന്നെ വേറെ ചില ആയത്തുകളെ കൊണ്ട് അല്ലാഹു തആല ദുർബലപ്പെടുത്തുന്നുണ്ട്. ഒക്കെ നമുക്ക് വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിൽക ഹുദൂദുല്ലാഹ്. നേരത്തെ മുമ്പ് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്നിട്ട് അവസാനം അല്ലാഹു പറയണം തിൽക ഹുദൂദുല്ലാഹ്. ഇത് അള്ളാഹുവിന്റെ ചില നിയമപരിധികളാണ് ഈ പറഞ്ഞതൊക്കെ. വമൻ യുതിഇല്ലാഹ വറസൂലഹു. അള്ളാഹുവിനും അവന്റെ റസൂലിനും ഒരാൾ വഴിപ്പെട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട നിയമപരിധികളെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചാൽ നടത്തും. യുദ്ഖിൽഹു ജന്നാത്ത്. അപ്പൊ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അല്ലാഹു തആല പറയാണ് ഈ നിയമപരിധികളെ അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അവരെ സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കും. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. അതിന്റെ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഖാലിദീന ഫീഹാ. അതിൽ അവര് നിത്യവാസികളായിരിക്കും. വദാലികൽ ഫൗസുൽ അദീം. അതാണ് മഹത്തായ വിജയം. നമ്മൾ സാധാരണ ചില കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഭൂമിക്ക് ഭയങ്കര വിലയുള്ളൂ. നമ്മളിപ്പോ താമസിക്കുന്ന ഭൂമിക്ക് ഒക്കെ നല്ല വിലയാണ്. അത് നഗരത്തിനോടടുത്താവുമ്പോൾ കൂടുതൽ വില ഉണ്ടാവും, നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ഒരു അതിരുണ്ടാവും. നമ്മളെ ആധാരങ്ങൾ കാര്യങ്ങൾ അതൊക്കെ വളരെ കറക്റ്റായിരിക്കും. തർക്കങ്ങളും കാര്യങ്ങളും വരാതിരിക്കാനാണ് അതിരുകൾ. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ ഈ റോഡുകളൊക്കെ നിർമ്മിക്കുന്ന കാലത്ത് അവര് വളരെ ആഴത്തിൽ ചില കുറ്റികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്, അടയാളങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോ സർവേ ഒക്കെ നടത്തുമ്പോൾ ആ രേഖ കാണിച്ചിട്ട് അതിലാണ് കുടിച്ചു നോക്കുമ്പോൾ അത് കാണുകയാണ്. നമ്മളെ ഭാഗത്തൊക്കെ അങ്ങനെ ഒരുപാട് വീടുകൾക്കും മറ്റും പ്രയാസം വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് അതിരുകളെ പറ്റിയാണ്. ഒരു അതിരിട്ടാല് പിന്നെ അങ്ങോട്ട് കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനാ അതിര് നമ്മൾ എന്ത് ചെയ്യണം, ലംഘിക്കരുത് എന്നതുപോലെ അള്ളാഹുവിന്റെ ചില അതിരുകളുണ്ട്. അതാണ് ഹദ്. അതിന്റെ ബഹുവചനാണ് ഹുദൂദ്. അതാണ് ശരീഅത്തിന്റെ നിയമങ്ങൾ. ആ നിയമങ്ങൾ അല്ലാഹു തആല കൊണ്ടുവരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് അതിര് വിടരുത് എന്നാണ്. ഇതിവിടെ കുറച്ച് ആഴത്തിൽ കർശനായിട്ട് പറയാൻ കാരണം എന്താ അറിയാം? അതിന്റെ കാരണം എന്താ വെച്ചാല് നമുക്കറിയാം, ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ വിഷയത്തില് ആദ്യകാലത്ത് മുതല് ഓഹരി വെക്കുന്ന വിഷയത്തിൽ പ്രത്യേക കൽപ്പനകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓരോരുത്തർക്ക് തോന്നിയതുപോലെയാണ്. പ്രത്യേകിച്ച് ചോദിക്കാനും പറയാനും ആളില്ലെങ്കിൽ മരിച്ച ആളുടെ മുതൽ പല രൂപത്തിലും കൈയടക്കുക. പ്രത്യേകിച്ച് ചെറിയ മക്കളും പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ, പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് തീരെ കൊടുക്കാതിരിക്കുക. കുടുംബത്തിൽപ്പെട്ട ഉത്തരവാദപ്പെട്ട ആളുകളെ കൈയടക്കുക. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ആ വിഷയത്തിന് തീരുമാനമാക്കിയത്. ഈ കൊടുക്കുന്നവർ തന്നെ ആൺകുട്ടികൾക്ക് മുഴുവനായിട്ട് കൊടുക്കുക, പെൺകുട്ടികൾക്ക് തീരെ കൊടുക്കാതിരിക്കുക. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ആ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് അല്ലാഹു തആല അതിന് ശരിക്കും നിയമനം കൊണ്ടുവരാണ്. അത് ഇന്നമായിരിക്കും. അതുകൊണ്ടാണല്ലോ ഒരു പെണ്ണ് വന്നിട്ട് നബിയോട് പറഞ്ഞില്ലേ, നബിയെ ഭർത്താവ് മരിച്ചു, എനിക്ക് പിന്നെ 2 പെൺമക്കളാണ്,
മുതൽ മുഴുവനും ഭർത്താവിന്റെ സഹോദരൻ എടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്കൊന്നും ചെലവിനും കൂടി തരുന്നില്ല. അള്ളാന്റെ തിരുദൂതര് ഉടനെ തന്നെ അയാളെ വിളിച്ചു. എന്നിട്ട് ആ മുതൽ തുടരുത്, തുടക്കട്ടെ. ഇതിന്റെ മുമ്പുള്ള 2 ആയത്ത് ഇറങ്ങിയപ്പോ അദ്ദേഹത്തെ വിളിച്ചിട്ട് ആ പെൺകുട്ടികൾക്ക് അവർക്കുള്ള ഓഹരി 3-2 ഭാഗം കൊടുത്തു. 2 പെൺകുട്ടികളാണല്ലോ, 3-2 ഭാഗം കൊടുത്തു. ഭാര്യക്ക് നിബിധങ്ങൾ 8-1 കൊടുത്തു. കാരണം ഭാര്യക്ക് മക്കളുണ്ടായതുകൊണ്ട്, ഭർത്താവിന് മക്കളുണ്ടായതുകൊണ്ട് ഭാര്യക്ക് 8-1 കൊടുത്തു. പിന്നെ വേറെ അനന്തരാവകാശികളില്ലാത്തതുകൊണ്ട് ബാക്കി ആർക്കാ സഹോദരന് കൊടുത്തു. അങ്ങനെ തീരുമാനാക്കി. അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിയമങ്ങൾ കർശനാക്കുമ്പോൾ ചിലർക്ക് അംഗീകരിക്കാൻ ഭയങ്കര പ്രയാസേക്കാരം. അല്ല, ഈ ഭരണമൊക്കെ മാറുമ്പോൾ നമുക്കറിയാലോ, അതാണല്ലോ അതുവരെ ഒരു പ്രധാന കാര്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഭരണാധികാരി പ്രതിപക്ഷത്തിന് ഇരിക്കുമ്പോൾ നേരെതിരാവും. ശ്രദ്ധിച്ചിട്ടില്ലേ അതിന്റെ സ്വഭാവം? അത് വേറെയും കാരണങ്ങളുണ്ടാവും. എന്തായിരുന്നാലും ചിലത് പെട്ടെന്ന് നടപ്പിലാക്കാൻ വലിയ പ്രയാസം ഉണ്ടാവും. പക്ഷെ മോമിനിയങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല ഒരു നിയമം വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ അതെന്താ അങ്ങനെ ഇതെന്താ അങ്ങനെ എന്നുള്ള നമ്മുടെ യുക്തിക്ക് കാഴ്ചപ്പാടിന് അവിടെ ഒരു സ്ഥാനവുമില്ല. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, എന്ത് മാതാവിന് അങ്ങനെയാണ്? നമ്മൾ യുക്തിക്ക് ഒരു സ്ഥാനവുമില്ല. അത് പരിപൂർണമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിച്ചോളണം. അള്ളാന്റെ നിയമമാണ്. ദുനിയാവിലെ നിയമം പോലും നമുക്ക് യുക്തിക്ക് സ്ഥാനമില്ലല്ലോ, അല്ലേ? നിയമവിദഗ്ധര് ഓരോ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മളോട് ചോദിച്ചിട്ടാ അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വ്യവസായവും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അതിന്റെ ഓരോ നിയമങ്ങൾ, നൂലാമാലകൾ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ആവശ്യപ്പെടൂലേ? പരമാവധി ഇവരിതൊന്നും തുടങ്ങാതിരിക്കരുത്. പുതിയ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ അതിന്റെ നൂലാമാലകൾ അതിന് അംഗീകാരം കിട്ടാൻ വേണ്ടാന്ന് തീരുമാനിക്കും ചിലപ്പോൾ. അതെന്താ അങ്ങനെ? അള്ളാഹ്ക്ക് മാത്രം, ഈ സൃഷ്ടാവിന് മാത്രം നിയമം വെക്കാൻ പാടില്ല. അപ്പോൾ അതിനൊരു മറുപടിയാണ് എന്ത്? അള്ളാഹു പറയാണ്, ഇത് അള്ളാഹുവിന്റെ നിയമങ്ങളാണ്. മോമിനീങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതി. അള്ളാഹ്ക്കും റസൂലിനും ഒരാൾ വഴിപ്പെട്ടാൽ അവനക്ക് സ്വർഗണ്ടതാണ്. അതാണ് അള്ളാന്റെ നിയമങ്ങൾ അംഗീകരിക്കൽ. അത് റസൂലിന്റെ നാവിലൂടെയാണ് അള്ളാഹു താൻ എന്ത് ചെയ്യുന്നത്? ആ കാര്യം പഠിപ്പിക്കുന്നത്. അതാണല്ലോ സ്വഹാബത്തൊക്കെ എങ്ങനെയാ പറഞ്ഞിരുന്നത്? സമീഅന വഅതഅന. അതിൽ വലിയ അസൂയുള്ളവരായിരുന്നു ആര്? വേദക്കാര്. ഈ അനുസരണം സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം അള്ളാഹുവിന് പറഞ്ഞാൽ അത് നബിതങ്ങളാണ് വിശദീകരിച്ചെടുത്താൽ സ്വഹാബത്ത് എന്താ പറയാ? സമീഅന, ഞങ്ങൾ കേട്ടു, വഅതഅന, ഞങ്ങളത് അംഗീകരിച്ചു, അനുസരിച്ചു. പിന്നെ അവിടെ വേറെ ഒന്നും ചിന്തിക്കാണ്ട. അപ്പോ ജൂതന്മാര് നമ്മളെ കളിയാക്കിയത് എങ്ങനെ അറിയാം? സമീഅന, നബിയോട് പറയും, സമീഅന വഅസൈന വറായിന. ഞങ്ങൾ കേട്ടു, പക്ഷെ അനുസരണക്കേട് കണ്ടു. കേൾക്കണമൊക്കെ ഞങ്ങളുണ്ട്, പക്ഷെ താങ്കൾ ഞങ്ങൾ അനുസരിക്കൂല. റാഴീന എന്ന് പറഞ്ഞാൽ അതിന് 2 അർത്ഥമുണ്ട്. റാഴീന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കണക്കിലെടുക്കണം എന്നും അർത്ഥമുണ്ട്, പിന്നെ വിഡ്ഢി എന്നും അർത്ഥമുണ്ട്. അപ്പൊ സ്വഹാബത്ത് നബിയോട് റായിന എന്ന് പറയുന്നത്, നബിയെ ഞങ്ങളെ കണക്കിലെടുക്കണം, അങ്ങയുടെ ദുആയിൽ ഞങ്ങൾ ഉണ്ടാകണം, ഞങ്ങളെ കാര്യത്തിൽ ശ്രദ്ധ വേണം എന്ന് അർത്ഥം വരുന്ന രൂപത്തിൽ റായിന എന്ന് പറയും. അവ ജൂതന്മാര് നബിനെ കളിയാക്കിയിട്ട് പറയും റായിന. ഒരു എന്താ ഉദ്ദേശിക്കുക? വിഡ്ഢിയും. അപ്പൊ മോമിനീങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ സമീഅന വഅതഅന ഉൻദുർന എന്ന് പറഞ്ഞുകൊണ്ടിയാണ്. റായിന എന്ന് പറയണ്ട. യസ്രിബ് പറഞ്ഞമാർക്കാണ്. ഈ യസ്രിബ് മദീനക്ക് നബിഞ്ഞ് പേര് പറയണ്ടായിരുന്നല്ലോ. കേൾക്കാൻ നല്ല രസമുള്ളതാണെങ്കിൽ അതിന് ചില തെറ്റായ അർത്ഥങ്ങൾ ഉണ്ടായതുകൊണ്ട് അത് ദുരുപയോഗം ചെയ്യുന്നുള്ളതുകൊണ്ട് മദീനക്ക് നിങ്ങൾ യസ്രിബ് എന്ന് പറയണ്ട, ത്വയ്ബ എന്ന് പറഞ്ഞോളിയായിരുന്നു. നല്ല എന്നമാർക്ക് റായിനക്ക് നല്ല അർത്ഥമാണ് സ്വഹാബത്ത് ഉദ്ദേശിക്കേണ്ടത്. ഇവർ കുതിരാക്കിയിട്ട് കേൾക്കേണ്ടവർക്ക് ഇത് ഇതിനാ പറയേണ്ടതെന്ന് തിരിയില്ലല്ലോ, ഒരുമാതിരി ആക്കുകയാണ്. അവൻ വിധങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ സമീന വഅതഅന എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾ പറയുമ്പോൾ ഒന്നാന്ന് പറഞ്ഞാൽ മതി, അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഞങ്ങൾ പരിഗണിക്കണേ, ഞങ്ങളിലേക്കൊരു നോട്ടം വേണം. അസ്സലാമു അലൈക്കും എന്ന് പറയും പോലെ പെട്ടെന്ന് അസ്സലാമു അലൈക്കും എന്നാണ് കരുതുക. പക്ഷെ ഒരു പറയേണ്ട അങ്ങയുടെ മേൽ നാശം ഉണ്ടാകട്ടെ എന്നാണ്. അസ്സാമു അസ്സലാമു അലൈക്കും. നമ്മൾ കേൾക്കുക അസ്സലാമു അലൈക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ നിവിധങ്ങൾ കണ്ടറിഞ്ഞാണ്ട് വഅലൈക്കും എന്ന് പറയും, നിങ്ങളെ മേലുണ്ടായിക്കോട്ടെ നാശം എന്നുള്ള പറയും.
അപ്പൊ ഈ വഴിപ്പെടുക പറഞ്ഞാല് അത് ഒരു പ്രധാന കാര്യമാണ്. മുസ്ലിങ്ങൾക്കുള്ള ഒരു നന്മ അതാണ്. മുസ്ലിമായി ജനിച്ച ഒരാളാണ് എം എം കാരശ്ശേരി മാഷ്, എഴുത്തുകാരനും ചിന്തകനൊക്കെ. അതെന്നെ പറയും, ഞാൻ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാണ്, ചെറുപ്പത്തിൽ മദ്രസയിൽ പോയതാണ്, മദ്രസയിലൊക്കെ പഠിച്ചതാണ്. മൂപ്പർ ഒരു സത്യം മൂപ്പർ എപ്പോഴും പറയട്ടോ, സംഘപരിവാറിന്റെ ചർച്ചകളിലൊക്കെ ഈ മദ്രസകളിൽ തീവ്രവാദം എന്നൊക്കെ വെറുതെ പറയാണ്. ഈ ഉസ്താദന്മാര് സംവിധാനം അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല, അത് ഇസ്ലാമിന്റെ കർമ്മങ്ങൾ പഠിപ്പിക്കുക, അത്രേ ഉള്ളൂ അവിടെ. ആകെ ഇസ്ലാമിനുള്ളൊരു കുറ്റം മൂപ്പര് കാണേണ്ടത് 16 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുക എന്നാണ്. അതാണ് മൂപ്പര് ആകെ നമുക്കൊരു കിട്ടലാണ്. ഒരു പറയണതേ 16 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞ അതെന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, 1400 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 1500 കൊല്ലം മുമ്പ് പറഞ്ഞ വിഷയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിലനിൽക്കാൻ വകുപ്പുണ്ടായിട്ടാണല്ലോ. എത്ര പോലെ ആ പെര എത്ര 150 കൊല്ലത്തെ പഴക്കണ്ട പെരക്കന്നെ പൊളിഞ്ഞാടിയിട്ടുള്ളത്. അതിന്റെ മരത്തിനൊരു കേടുമില്ല. അമ്മാതിരി മരാണത്, അന്നത്തെ തേക്കാണത്. അപ്പൊ അതിന്റെ മെച്ചം കൊണ്ടാണുള്ളത് എന്നതുപോലെ ഇസ്ലാം ഇന്നും നിലനിൽക്കുന്നു അതിന്റെ പഴമയിൽ എന്ന് പറയുമ്പോൾ. ഈ അടുത്ത് വളരെ വീഡിയോ കാണിച്ചു ഇത് നോക്കി ഇഷ്ടമാണ്. അവർ ഫാദർ പിന്നെ വലിയൊരു സദസ്സിൽ പ്രസംഗിക്കാൻ, ഒരു ഫാദർ ചർച്ച് പിന്നെ ക്രിസ്ത്യാനിയായ. അപ്പൊ അയാള് സദസ്സിനോട് പറയാണ്, നമ്മൾ പരസ്പരം സ്നേഹമൊക്കെ ഇല്ലാതായിരിക്കുകയാണ്. 2 ക്രിസ്ത്യാനികൾ കണ്ടുമുട്ടിയാല് പിന്നെ എങ്ങനെങ്കിലും മറ്റുള്ളവരുടെ കുറ്റം പറയാനാണ് ശ്രമിക്കുക. അപ്പൊ തന്നെ മനസ്സിലാക്കുക പിന്നെ ക്രിസ്ത്യാനികളാണ് അവർ 2 പേരെന്ന്. എന്നിട്ട് ഈ ഫാദർ വലിയ സാഹസാണ്, ആ സാഹസിനോട് ചോദിച്ചു, ഇസ്ലാം മത വിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ആദ്യം എന്താ പറച്ചിൽ ചോദിച്ചു. അതിൽ ആ സാഹസ് എല്ലാവരും കൂടി പറഞ്ഞ അസ്സലാമു അലൈക്കും എന്നാ പറയല്. അപ്പൊ ഈ ഫാദർ പറയാം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ, ഇവർക്കൊരു വിഷമം, എല്ലാവരും കൂടിയാണ് പറഞ്ഞു അസ്സലാമു അലൈക്കും. അതുപോലെ ലോകത്തെ എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും അവരങ്ങനെയാണ് പറയുന്നത്, അങ്ങനെയൊന്നും നമുക്കില്ല എന്നാണ് മൂപ്പര് പറഞ്ഞുകൊണ്ടല്ലേ. അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മദീനയിലെ നബിയും സഹാബത്തും ഇങ്ങനെ വെച്ചടി ഇങ്ങനെ ഉയർന്നു വരുന്ന കണ്ടപ്പോ അബൂ ആമിർ എന്നൊരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു. അയാൾക്ക് ഭയങ്കര അസൂയ പറഞ്ഞാൽ ഭയങ്കര അസൂയ. അപ്പൊ അയാൾ എന്ത് ചെയ്തു അറിയോ, അബൂ ആമിർ എന്ന് പറഞ്ഞ ഇയാള് പിന്നെ ഈ അസൂയ മൂത്ത ഭയങ്കര പ്രശ്നമല്ല. അപ്പൊ ആളുകൾ ഇങ്ങനെ വരിക, മക്കത്തുനിന്ന് വരുന്നവർക്ക് മദീനത്ത് ഇങ്ങനെ എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കുക. സിറിയയിൽ നിന്ന് ആളുകൾ വരിക, യമനിൽ നിന്ന് വരിക, സത്യവിശ്വാസം സ്വീകരിക്കുക. ഇത് ഭയങ്കര അസ്വസ്ഥമായി. അതിന്റെ ഇടയിൽ ബദറും നടന്നു. ബദറിൽ നമ്മൾ ജയിച്ചും ചെയ്തു. അപ്പൊ ഇയാൾക്ക് അസൂയ കൂടി. ഇയാൾ എന്ത് ചെയ്തു അറിയാം, മക്കത്ത് പോയി അബൂ സുഫിയാനുമായി സംസാരിച്ചു. ശത്രുവിന്റെ ശത്രു മിത്രമുള്ള അബൂ സുഫിയാനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ശത്രുവാണ്, പക്ഷേ നമ്മളതിലേറെ വലിയ ശത്രുവാണ്. അവനെ കൂട്ടുപിടിച്ചു. അങ്ങനെ ഉഹദിലേക്ക് ഇവനും പോയി. ക്രിസ്ത്യാനിയായ അബൂ ആമിറും അടുത്ത് പോയി. ഉഹദിലേക്ക് ആ യുദ്ധത്തിൽ അവൻ പങ്കെടുത്തു. താൽക്കാലികമായിട്ട് ജയിച്ചു എന്ന് തോന്നിയെങ്കിലും മദീനത്തേക്ക് തിരിച്ചു വന്നപ്പോൾ ഒരു സമാധാനം കിട്ടണില്ല. ഇനി ഇയാൾ എന്ത് ചെയ്തു അറിയാം, ഞാൻ ആലോചിക്കുക, ഇന്നൊക്കെ നടക്കുന്ന പോലെ തന്നെ ഇയാൾ നേരെ റോമ് പോയി. റൂമ് പോയിട്ട് നമ്മൾ ഇന്ന് റോം എന്ന് പറയുന്ന ഖുർആൻ പറയുന്ന റോമിൽ പോയിട്ട് അവിടുത്തെ ഭരണാധികാരിയുമായിട്ട് സംസാരിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ ആളെ വിട്ടുതരാം മദീനയിലേക്ക്, മദീനയെ ആക്രമിക്കാൻ. ഇയാൾക്ക് അതാണ് വേണ്ടത്. പക്ഷെ എന്റെ പട്ടാളത്തിന് അവിടെ വന്നാൽ ക്യാമ്പ് ചെയ്യാൻ ഒരിടം വേണം. ഇപ്പൊ അമേരിക്കക്കൊക്കെ പിന്നെ അറേബ്യൻ കൺട്രിയിൽ കണ്ടില്ല നിങ്ങൾ, മിഡിൽ ഈസ്റ്റിൽ സൗകര്യം ചെയ്തിട്ട് ഇപ്പൊ അനുഭവിക്കുകയുള്ള. അവിടെ നടക്കുന്നത് പുറം ലോകം അറിയാത്തതുകൊണ്ടാണ്, ഭയങ്കര പ്രശ്നമാണ്. എന്നാ ഇതൊക്കെ തീരുക. സൗദിയൊക്കെ ഉണ്ടാതിരിക്കുക, കിട്ടിയതൊക്കെ വാങ്ങിയിട്ട് പുറം ലോകം അറിയാത്തതുകൊണ്ടാണ്. വാട്സപ്പിൽ പോലും അത് അയക്കാൻ അവിടെയുള്ള ആളുകൾക്ക് പറ്റൂല, അത്രയും നിരീക്ഷണത്തിലാണ്. ശത്രുക്കളുടെ കെണി മനസ്സിലാക്കാൻ ഞാൻ അങ്ങനെയാണ്. ഈ അബൂ ആമിർ എന്ന് പറഞ്ഞ ആള് റോമിൽ പോയി ഭരണാധികാരിയുമായി സംസാരിച്ചപ്പോൾ അയാൾ ഡിമാൻഡ് വെച്ചെന്താണ്,
മദീനയിൽ ഞങ്ങൾക്ക് ഒരു താവളം ഉണ്ടാക്കി തന്നാൽ ഞാൻ എൻ്റെ പട്ടാളക്കാരെ അയക്കാം, അവർക്ക് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ അവിടെ ഇടമാണ്. അത് മറ്റുള്ളവർ അതിനാണെന്ന് അറിയരുത്. അങ്ങനെ മിന്നലാക്രമണം നടത്താനാണ്. അബൂ ആമിർ എന്ത് ചെയ്തു? ഒരു ദൂതനെ പെട്ടെന്ന് മദീനയിലേക്ക് അയച്ചു. എന്നിട്ട് ആരിലേക്ക് അയക്കുന്ന അറിയോ? മുനാഫിക്കീങ്ങളിലേക്ക്. അതായത് അവര് നമ്മളെ കൂടെ പുറത്തേക്ക് നമ്മളാണെന്ന് അഭിനയിക്കുന്നവരാണ്, ഉള്ളിലേക്ക് വിശ്വാസമില്ലല്ലോ. എന്നാ അവര് ഇവര് തമ്മിൽ ബന്ധമുണ്ട്, നോക്കണങ്ങൾ. അബൂ ആമിർ എന്ന ഈ ക്രിസ്ത്യാനിക്കറിയാം ആരൊക്കെയാണ് അവിടെ വേഷം മാറി നിൽക്കുന്നത്. 12 ആളുകളിലേക്ക്, പ്രധാനപ്പെട്ട 12 മുനാഫിക്കുകളിലേക്ക് ഒരു ദൂതനയച്ചു. ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് ഒരു ഇടം ഉണ്ടാക്കണം. മുനാഫിക്കുകളെന്ന് ആലോചിച്ചു, നമ്മളിപ്പോൾ ഒരു ഇടം, ഒരു താവളം ഉണ്ടാക്കിയാൽ അത് ലീക്കായ പ്രശ്നമാണ്. അപ്പോൾ ഒരു തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാം. അവരിപ്പോൾ മുസ്ലിങ്ങളായിട്ടല്ല അറിയപ്പെടുന്നത്, ഉള്ളിൽ ഈമാനില്ലാത്ത ആർക്കും അറിയില്ലല്ലോ. ഒരു തീരുമാനിച്ചൊരു പള്ളി ഉണ്ടാക്കുക, പുറത്തേക്ക് പള്ളി എന്ന് പറയും. അങ്ങനെയാണ് മസ്ജിദുൽ ളിറാർ, ഉപദ്രവ പള്ളി എന്ന് പറയുന്ന പള്ളി ഉണ്ടല്ലോ, ആ പള്ളി മസ്ജിദുൽ ഖുബക്കരികെ വരാനുള്ള കാരണം അതാണ്. മസ്ജിദുൽ ഖുബയാണ് മദീനയിൽ നബി തങ്ങൾ ആദ്യം ചെന്ന ഉടനെ എടുത്ത പള്ളി. ഏതല്ല? മസ്ജിദ് നബവി അല്ല. ഹറമ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ മസ്ജിദ് നബവിക്കാണ് 2ാം സ്ഥാനമെങ്കിലും മസ്ജിദ് നബവി അല്ല നബി ആദ്യം എടുത്തത്. മദീനത്ത് ചെന്നപ്പോൾ ആദ്യം നബി എടുത്ത പള്ളി ഏതാണ്? ഖുർആൻ പറഞ്ഞ പള്ളി ഏതാണ്? മസ്ജിദുൽ ഖുബയാണ്. അത് നമ്മളെ ഇന്നത്തെ പോലെ തന്നെ തറക്കല്ലിടൽ കർമ്മൊക്കെ നടന്ന പള്ളിയാണ്. അതിനൊക്കെ തെളിവാണത്. നബിതങ്ങൾ കല്ല് വെച്ചു, ശ്രദ്ധിക്കുന്നവർ കല്ല് വെച്ചു, എല്ലാവരും കല്ല് വെച്ചിട്ട് നമ്മളെല്ലാം കുറ്റിയൊക്കെ അടിച്ചുമ്പോൾ നിങ്ങളൊരു അടി അടിച്ചു, നിങ്ങളൊരു അടി അടിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ വർക്കത്തുള്ള കാര്യമാണ്. അങ്ങനെ തുടങ്ങിയ പള്ളിയാണ്. ആ പള്ളിന്റെ ഏകദേശം അടുത്താണ് ഇവരൊരു പള്ളി ഉണ്ടാക്കി. അപ്പോൾ ആദ്യം ആർക്കും സംശയം വന്നില്ല. എന്നാലും ഇപ്പോൾ മസ്ജിദുൽ ഖുബ ഉണ്ടാവുമ്പോൾ ഇനിയിപ്പോൾ ഒരു പള്ളി വേണോ എന്ന് നല്ല ശുദ്ധ മനസ്കരായ ചില സഹാബിമാർ ഇവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതിന് വേറൊരു കാര്യമുണ്ട്. പിന്നെ അവിടെ വയസ്സായ കുറേ ആൾക്കാരുണ്ടായി, ഏരിയയിൽ രോഗികളുണ്ട്. ഓൽക്ക് മസ്ജിദുൽ ഖുബയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓൽക്കുന്ന പിന്നെ നിസ്കരിക്കാൻ ഇവരെ വന്നാൽ ഒരു സൗകര്യമുള്ളൂ. അപ്പോൾ നിഷ്കളങ്കരായ നമ്മളെ സഹായിമാരെ കാര്യമാണ് ഏത്. പള്ളി പണി നടന്നു, പള്ളി ഉഷാറായി ഉണ്ടാക്കി. കഴിഞ്ഞപ്പോൾ ഇവർ നേരെ ഹബീബായ നബി തങ്ങളുടെ അരികെ വന്നു. മുനാഫിക്കീങ്ങൾ അബൂ ആമിർ അവിടെ റോമിൽ ഇങ്ങോട്ട് വരാനുള്ള പട്ടാളക്കാർ ഒരുങ്ങാണ്. ഇവിടെ പള്ളിന്റെ പണിയൊക്കെ കഴിഞ്ഞു. നബി തങ്ങളുടെ അരികെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. നബിയോട് പോലും പറഞ്ഞു, വയസ്സായ ആളുകൾക്കൊക്കെ വലിയ ഉപകാരക്കാർ അവിടെ. നമ്മൾ പറയില്ല, അവിടെ നിസ്കാര പള്ളി ഉണ്ടായാൽ കുത്തിത്തിരിപ്പിനേക്കാരും ചിലപ്പോൾ പള്ളി കരുതണ്ടാണ്. അങ്ങനെ ഇവര് നബിയോട് പറഞ്ഞു, നിങ്ങളൊന്ന് വന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെന്നാണ്. ആദ്യത്തെ നിസ്കാരങ്ങൾ നിസ്കരിക്കാതെ ഉദ്ഘാടനം. അപ്പൊ നമ്മളിപ്പോ നമ്മളെ തങ്ങന്മാരുടെ അടുത്തോ ഉസ്താവന്മാരുടെ അടുത്തൊക്കെ പോയി ചിലപ്പോൾ പറയുമ്പോൾ ഞാനിപ്പോ ഖത്തർ പോവുകയാണ്, അല്ലെങ്കിൽ UAE ഒന്ന് പോകേണ്ടതുണ്ട്, പോയി വന്നിട്ടൊക്കെ അറിയാലോ. എന്നതുപോലെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ തബൂക്കിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് തബൂക്കിൽ പോയി വന്നിട്ടാവാ ഉദ്ഘാടനം എന്ന് പറഞ്ഞു. നബി അല്ലാഹു തആല കാക്കി കേട്ടോ. അപ്പൊ ഇവര് കരുതി തബൂക്കിൽ പോയി വന്നാൽ ഉദ്ഘാടനം നടക്കുമല്ലോ, എന്നാലും ഇവർക്കെന്താ അംഗീകാരം കിട്ടണം, എന്നിട്ട് പിന്നെ അതിൽ താവളാക്കിയിട്ട് മിന്നലാക്രമണം നടത്തണം, ഒരു ഐഡിയ അതായിരുന്നു. പക്ഷേ അല്ലാഹു തആല നബി തങ്ങൾക്ക് ആയത്തിറക്കണം. ഞാൻ ആയത്തൊന്നും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വല്ലദീന ഇത്തഖദൂ മസ്ജിദൻ ളിറാറൻ വകുഫ്റൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീന وإرصادا لمن حارب الله ورسوله من قبل وليحلفن إن أردنا إلا الحسنى والله يشهد إنهم لكاذبون. അല്ലാഹു പറയാ, മുനാഫിക്കീങ്ങളിൽ ഒരു കൂട്ടരുണ്ട്, ഓല് ഉപദ്രവ പള്ളി നിർമ്മിച്ചവരാണ് അവർ. എന്തിനാണത്? വകുഫ്റൻ, അവർ സത്യനിഷേധം സ്ഥിരപ്പെടുത്താനും വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്കിടയിൽ, അത് തൗബ സൂറത്തിലെ 107-ാമത്തെ ആയത്താണ്, മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു മിൻ ഖബൽ, നേരത്തെ തന്നെ നബിയോട് ശത്രുത വെച്ചിരുന്ന ആളുകൾ അവർക്ക് താവളമൊരുക്കാനുമാണ് അവരെന്ത് ചെയ്തത്? ഈ പള്ളി നിർമ്മിച്ചത്. മാത്രമല്ല ഒരു സത്യം ചെയ്ത് പറയുന്നത്, ഇൻ അറദിന ഇല്ലൽ ഹുസ്ന, നന്മ ഞങ്ങൾ ഉദ്ദേശിക്കണുള്ളൂ, വല്ലാഹു യഷ്ഹദു ഇന്നഹും ലകാദിബൂൻ, ഒരു കളവാ പറയും. എന്നിട്ട് അള്ളാഹു പറയാണ് തൗബയിലെ 108-ാമത്തെ ആയത്തിൽ പറയാണ്, ലാ തഖും ഫീഹി അബദാ,
നബിയെ ആ പള്ളിയിൽ നിങ്ങൾ ഒരിക്കലും നിസ്കരിക്കരുത്, നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോണ്ട. തഖ്വയുടെ മേലിൽ അസ്തിവാരമിട്ടൊരു പള്ളി ഉണ്ടല്ലോ നിങ്ങൾക്ക്, മിൻ അവ്വലി യൗമിൻ, ആദ്യ ദിവസം, അതായത് നിങ്ങൾ മദീനത്ത് വന്ന ഉടനെ ആദ്യം നിർമ്മിച്ച പള്ളി ഉണ്ടല്ലോ അവിടെ, ഖുബാ പള്ളി, അത് മതി. അഹഖു അൻ തഖൂമ ഫീഹി, നിങ്ങൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് ആ പള്ളിയാണ്. അത് തഖ്വയുടെ മേലിൽ അസ്തിവാരമിട്ടതാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്, ഫീഹി റിജാൽ, ആ പള്ളിയിൽ പുരുഷന്മാര് നിസ്കരിക്കുന്നതാണ്. ആണുങ്ങൾ ഉണ്ടാവും അവിടെ. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അവിടെ റിജാലു എന്ന് പ്രത്യേകം പറയാൻ കാരണം പള്ളിയിൽ നിസാ വേണ്ട എന്നുള്ളതുകൊണ്ടാണ്. അതിനൊരു അളവ് കൊടുത്താൽ ആണുങ്ങൾ ഉണ്ടാവും അവിടെ. സൂറത്ത് നൂറിലും അങ്ങനെ തന്നെ പറയുന്നത്. അപ്പൊ നമ്മളെ വിഷയം എന്താ വെച്ചാൽ, ഞാൻ അസൂയക്കൊരു ഉദാഹരണം പറഞ്ഞാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പള്ളി കത്തിക്കാൻ പറഞ്ഞു, മസ്ജിദുൽ ദിറാർ കത്തിക്കാൻ പറഞ്ഞു. അതിനെപ്പറ്റി പിന്നെ 109-ാമത്തെ ആയത്തിൽ പറയുന്നത്, അള്ളാന്റെ പൊരുത്തത്തിലായിട്ട് തഖ്വയിലായിട്ട് ഒരു കെട്ടിടം ഉണ്ടാക്കി. അതാണോ ഏറ്റവും നല്ലത്, അതോ അമ്മൻ അസ്സസ ബുനിയാനഹു അല ഷഫാ ജുറൂഫിൻ ഹാരിൻ ഫൻഹാറ ബിഹി ഫിനാരി ജഹന്നം, ഈ പുഴയോരത്ത് ഇങ്ങനെ ഉള്ളു പൊള്ളയായിട്ട് നിൽക്കുന്ന സ്ഥലം, അവിടെ ഒരാളൊരു കെട്ടിടം ഉണ്ടാക്കി, എന്താ ഉണ്ടാകുക, അത് കൊഴിഞ്ഞാടും ഒന്നായിട്ട്. അടി ഉറപ്പില്ലല്ലോ, ഫൗണ്ടേഷൻ ക്ലിയർ അല്ലാത്തതുകൊണ്ട്. ഇത് ഏതാ നല്ലത്? അത് ഒരു ആലങ്കാരികമായിട്ട് പഠിച്ചാൽ പറയാം. ഇതാണ് മുംബൈ, ഈ ട്രേഡ് സെന്ററും പെന്റഗണും ആക്രമിക്കപ്പെടുന്നത് ഖുർആൻ പറഞ്ഞു വന്നാണ്ട് വലിയ ചർച്ച ഉണ്ടായിരുന്നു ഈ ആയത്താ. അപ്പൊ മസ്ജിദുൽ ദിറാറിനെ പറ്റി അവിടെ പറഞ്ഞു ചെയ്തു, അതിനെ കത്തിച്ചു എന്നും പറഞ്ഞു, പൊളിഞ്ഞാടുണ്ടാവും പറഞ്ഞു. അങ്ങനെ വലുത് ഒപ്പിച്ചറിയാം, എല്ലാം ഒപ്പിക്കുമല്ലോ ഖുർആനോട്. അതായത് സെപ്റ്റംബർ 11-നാണ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടത്. സെപ്റ്റംബർ 9-ാം മാസമാണ് അല്ലേ, 9-ാം മാസമാണ്. 9-ാം മാസം നമ്മൾ മറ്റേ മാസമായി കരുതുക, ഇപ്പോൾക്ക് 9-ാം മാസമായി അറിയാം, അതല്ല 9-ാമത്തെ മാസം. പിന്നെ 109 നിലകളുള്ള കെട്ടിടാണ് അന്നൊന്ന് തകർന്നത്. ഒരുപാടുണ്ട്. 11-ാമത്തെ ജുസാണത്, 9-ാമത്തെ അധ്യായമാണ്, 109-ാമത്തെ ആയത്തുമാണ്. ഇതാണ് ഒരു യോജിപ്പിച്ചത്. അങ്ങനെ 1600 കൊല്ലം മുമ്പ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ട്രേഡ് സെന്റർ തകർക്കപ്പെടുന്നു. നമ്മളെല്ലാം മക്കളെ ഒപ്പിക്കുമല്ലോ. ചിലതൊക്കെ ഇങ്ങനെ യോജിച്ചു വരും ചെയ്യും, ചിലത് ആവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇമാതിരി കളികൾ എല്ലാ കാലത്തും ഉണ്ടായതാണ്, എല്ലാ കാലത്തും. അപ്പോ അള്ളാഹുവിനെ അനുസരിച്ച് റസൂലിനെ അനുസരിച്ച് നല്ലൊരവസ്ഥ സ്വഹാബത്തിനുണ്ടായപ്പോ അതിൽ കടുത്ത അസൂയ തോന്നിയതുകൊണ്ടാണ് അബൂ അമർ പണിയെടുത്തത്. പക്ഷെ മൂപ്പരെ പദ്ധതി മുഴുവൻ നടന്നില്ല. മുനാഫിക്കുകളുടെ ആ കുത്തിത്തിരിപ്പിന്റെ ഖുർആൻ പറയുന്നത്, പിന്നെ ഓൽക്കും മരിക്കോളൊരു സുഖല്ലേനൊന്നാണ്. ആർക്ക്? ഈ മുനാഫിക്കങ്ങൾക്ക്. ആ പള്ളി ഉണ്ടാക്കിയവർക്ക് സുഖമില്ലാത്ത എന്താ അറിയോ? അങ്ങനെ ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടാനാണ് അവരാ പള്ളി ഉണ്ടാക്കിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞ് ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു നിയമ നടപടി വരുവാവോ എന്നുള്ളൊരു പേടി, ഓലെ സ്വാസ്ഥ്യം നഷ്ടപ്പെട്ടു. മരണം വരെ അവർക്ക് സമാധാനമില്ലായിരുന്നു എന്ന്. ഇതാണ് അള്ളാഹുത്താര മോമിനിയങ്ങളെ കാക്കാൻ കഴിയാത്തോണ്ടല്ല ലോകത്ത് പലപ്പോഴും പ്രയാസങ്ങളുണ്ടാകും. പല കാരണങ്ങളുണ്ട്, നിരാശപ്പെടാൻ പാടില്ല എന്നുള്ള. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരു നിയമം വെച്ച് കഴിഞ്ഞാൽ സമീഅന വഅതഅന എന്ന് പറഞ്ഞമാർക്ക് ഇവിടെ അള്ളാഹു പറയാണ്, വമയ്യുതിഇല്ലാഹ വറസൂലഹു, അള്ളാഹുവിനും റസൂലിനും ഒരാൾ വഴിപ്പെട്ടാൽ യുദ്ഖിൽഹു ജന്നാത്ത്, അവനെ അള്ളാഹു സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കും. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിൽ അവൻ അതിന്റെ താഴ്ഭാഗത്തിലൂടെ അരുവികളോടുകും. ഖാലിദീന ഫീഹാ, അതിൽ അവർ നിത്യവാസികളാകും. വദാരിക്കൽ ഫൗസുൽ അലീം, അതാണ് മഹത്തായ വിജയം, അതാണ് മഹത്തായ വിജയം. ഇവിടെ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മരണത്തോടുകൂടെ ഒക്കെ കഴിയും. അള്ളാന്റെ വിധികളെ നേരത്തെ കോഴിക്കോട് ഒരു സിനിമാ നടൻ അയാൾ പറഞ്ഞു, ഇസ്ലാമിന്റെ എല്ലാ നിയമവും ഞാൻ അംഗീകരിക്കൂല. ഇപ്പൊ ഒരു സിനിമാ നടൻ മരിച്ചു, പേരൊക്കെ സങ്കര പേരുകളെ കറിഞ്ഞിട്ട് ചിലരൊക്കെ പിന്നെ ഈ അഭിമുഖവും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഇസ്ലാമിന്റെ അത് ശരിയല്ല മറ്റേത് ശരിയല്ല എന്നൊക്കെ പറയും. അപ്പോൾ ഭയങ്കര സൗകര്യങ്ങളും
ബാക്കിൽ കുറെ ആരാധകർ എന്ന് പറയുന്ന ഫാൻസുകൾ കുറെയൊക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ തോന്നുകയാണ് നമുക്ക് എന്തും പറയാം. പക്ഷേ മരിച്ചു കഴിഞ്ഞാലോ പിന്നെ എത്ര സിനിമാ നടന്മാരും ആ മേഖലയിലുള്ള 10,000 വന്നാലും കാര്യമുണ്ടോ? ഒരു ഫാത്തിഹ ഓതുവോ, ഒരു യാസീൻ ഓതുവോ? ഇല്ലല്ലോ. നേരത്തെ ഒരു ജനപ്രതിനിധി ഒരു ഇസ്ലാമിന് നിയമം പാലിച്ച് ഒരു നിലവിളക്ക് കൊളുത്താതിരുന്നപ്പോ മുസ്ലിം പേരുള്ള ഒരു സിനിമാ നടൻ ഞാൻ കൊളുത്തിക്കൊള്ളാം ഉടനെ തന്നെ കൊളുത്തിയിട്ട് അയാൾ ഇങ്ങോട്ട് കയർത്ത് സംസാരിച്ചു മുസ്ലിമായ മന്ത്രിയോട്. മേൽപ്പുരല്ലാത്തവൻ എന്ത് തീപ്പരി? മുസ്ലിം പേരുള്ള സിനിമാ നടന് അയിലാറെ വലുത് ചെയ്യുന്ന ഇവർക്കിപ്പോ ഇതെന്താ അത്ര പ്രശ്നം? അല്ല, അതാണ് പേരുള്ള കുറെ ആളുകൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ. അള്ളാഹുവിന്റെ നിയമങ്ങൾ അത് പാലിക്കുക എന്നുള്ളത് ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ഭയങ്കര പ്രയാസമാണ്. അള്ളാഹിന്റെ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് ഇപ്പോ ഉസ്താദുമാർക്കൊക്കെ ഇപ്പൊ കുറെ യൂട്യൂബർമാരുണ്ട്. അവർക്ക് ദീനിയായിട്ട് യാതൊരു വിവരമില്ല എന്ന് പോലെ തന്നെ പറയും. അറബി ഭാഷ അറിയില്ല, നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഒരു ഇസ്ലാമിന്റെ നിയമങ്ങളെ അവർ പറയും. ഇപ്പൊ സമസ്ത കേരള ജമിയത്തിലും അടക്കം മുഷാവർ ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ ഇവരൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ച ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥയ്ക്ക് എത്തിയാണ് പല സംസാരം കേട്ടാൽ. പിന്നെ മീഡിയ വണ്ണ് പോലെയുള്ള ചില ചാനലുകളുണ്ട്, നമുക്കുള്ളത് പറയാലോ. പണ്ടേ മാധ്യമം വഴിത്തിരിവാത്രാണ്. കുത്തിത്തിരിപ്പിന് ഭയങ്കര ഉഷാറേക്കാണ്. ഭിന്നിപ്പുണ്ടാക്കും, നല്ലോണം ഉണ്ടാക്കും, ചില വല്ലാതെ ഉയർത്തും ആണ് കൊണ്ടുപോയിടും. ആ പണി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറയേണ്ടത് പണ്ഡിതന്മാർ തന്നെ പറയണമല്ലോ. അത് പറയേണ്ട സമയത്ത് തന്നെ പറയണം. അങ്ങനെയുള്ള അതിന്റെ നിയമം, അള്ളാഹുവിന്റെ നിയമം. ഇപ്പൊ നമ്മളിപ്പോ പിന്നെ കൊന്നോനെ തിരിച്ചു കൊല്ലണം, കത്തോന്റെ കൈ വെട്ടണം, വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണം എന്ന് നമ്മളാരും പറയണില്ല. എന്താ കാരണം? ഇവിടെ ക്രിമിനൽ കുറ്റങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഒരേ നിയമമാണ് നമ്മളെ രാജ്യത്തിന്റെ നിയമങ്ങൾ അംഗീകരിക്കും. പക്ഷെ സിവിൽ വിഷയങ്ങളിൽ അങ്ങനെയല്ല. അപ്പോഴാണല്ലോ ഇതൊരു മതേതര രാജ്യമുള്ളൂ. ഇവ പലർക്കും തെറ്റുദാഹരണം. മതേതര രാജ്യം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെതൊന്നും, ഒരാളൊരു മതേതര വിശ്വാസിയാവുമ്പോൾ പിന്നെ ഓന്റെ ജീവിതത്തിൽ മതത്തിന്റെ ചിഹ്നങ്ങൾ പാടില്ലാന്ന് അങ്ങനല്ല. രാജ്യത്തിന് പ്രത്യേകമായ ഒരു മതമില്ല. എല്ലാവർക്കും അവരവരുടെ മതം അനുശാസിക്കുന്ന പോലെ ജീവിക്കാന്നാണ്. ആണ് മതേതര രാജ്യം എന്ന് പറഞ്ഞാൽ. അതല്ലാതെ ഒരു മതേതര വിശ്വാസിയാണാവും മതത്തിന്റെ മൂല്യങ്ങള് പിന്നെ ജീവിതത്തിൽ പകർത്താത്ത ആളാകണം എന്ന് അങ്ങനല്ലല്ലോ, പകർത്തണം എന്നാണ്. അപ്പോഴല്ലേ ഇത് പൂങ്കാവനാവുള്ളൂ. അത് കൂട്ടിമുട്ടലില്ലാതെ നമുക്ക് പോകാനോ, ബുദ്ധിമുട്ടില്ലാതെ പോകാം. അപ്പൊ നമ്മളിപ്പോ ഒരു ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ നമ്മളെ മതത്തിന് എതിരായ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് മാറിക്കാം. നമ്മളെ നിർബന്ധിപ്പിക്കാൻ വകുപ്പില്ല, മാറിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പറ്റാത്തുണ്ടെങ്കിൽ എന്താ പേരും മടിയാണിക്കേണ്ട ആവശ്യം? അപ്പോഴല്ലേ നമ്മളെ അസ്തിത്വം നിലനിർത്താൻ കഴിയുള്ളൂ. ഒരു വ്യതിരക്തത ഉണ്ടാവുമല്ലോ. സിഖുകാർക്ക് വ്യതിരക്തതല്ലേ? പഞ്ചാബിലെ പോലീസുകാരെ പോയി നോക്കി നിങ്ങൾ, ഓരോ തലയെക്കെട്ടിലാണ് ഓല സ്റ്റാർ വെക്കുന്നുണ്ട്. എന്തേ? ഓല ഐഡന്റിറ്റി കാക്കുകയാണ്. എന്താർക്കും പരാതിയില്ലാത്ത ഒരു മതേതര രാജ്യമല്ല. എന്താ എല്ലാവരും തൊപ്പിങ്ങൾക്ക് പറ്റില്ല ചോദിച്ചിട്ട് കാര്യമില്ല. ഓലായി തന്നെ ഉറച്ചു നോക്കുവാനെ ആദർശത്തിൽ. അങ്ങനെ ഓരോ മതവിശ്വാസികൾക്കും ഞാൻ പറഞ്ഞില്ല, ഒരു റിട്ടയർഡ് ഒരു പിന്നെ ഗവൺമെന്റ് ഇതിൽ ജോലിയെടുത്തിരുന്ന ഒരാള്, ഒരു ഹൈന്ദവ സഹോദരന് ആയുർവേദത്തിന്റെ കുറച്ച് മരുന്നുകളൊക്കെ ആയിട്ട് പെരിയിൽ വന്നപ്പോൾ അയാൾ നെറ്റിയിൽ വിശാലമായി കുറിയൊക്കെ ഉണ്ട്. എനിക്ക് അയാളുടെ ഒരു ആദരവ് തോന്നി. കാരണം അയാളൊരു ഭക്തനായിക്കാറല്ലോ എന്ന് കേട്ടിട്ട് ഞാൻ അയാളെ അൽഹംദുലില്ലാ, സാധാരണ നമ്മൾ അങ്ങനത്തെ വന്ന വേഗം സാധനം വാങ്ങി പറഞ്ഞേക്കുമല്ലോ, അത് കയറ്റിയിരുത്തി പിന്നെ വെള്ളമൊക്കെ കൊടുത്തു. അയാൾക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആവശ്യമില്ലായിട്ടൊരു സാധനമൊക്കെ വാങ്ങിയപ്പോൾ അയാൾ 2 കൈ കൂപ്പിയൊക്കെ നിന്നു. പിന്നെ എല്ലാ മാസം വരും. അപ്പം ഞാനില്ലെങ്കിൽ ഉസ്താദ് എവിടെയാണെന്നൊക്കെ ചോദിച്ചാണ്ട് ഇവിടെ നിന്ന് വരാഞ്ഞാൽ ഒരു സമാധാനമില്ല എന്നൊക്കെ പറയും. അപ്പം നമ്മളവിടെ ഉണ്ടാവുമ്പോൾ എന്നും വെള്ളവും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ചായ എന്താ വേണ്ട കൊടുത്തു കൊടുക്കും. അയക്കും അങ്ങനെ സന്തോഷം. അയാളൊരു ഹിന്ദുവാണ്. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇന്ന് ഭക്ഷണം ചായ വേണ്ടട്ടോ ഉദ്ദേശം. ഞാൻ ഒരു നോമ്പിൽ, നമ്മളെ നോമ്പിൻ്റെ ആയിരിക്കല്ല, നമുക്കൊരു കഫം പോലും ഇറക്കാൻ പറ്റില്ല. അയാൾ പറഞ്ഞ് നിങ്ങളോടത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതായത് നമ്മളെ മുസ്ലിം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ അയാൾ യാതൊരു മടിയില്ലാതെ പറഞ്ഞു. പക്ഷെ അയാൾ സാധനം ഞാൻ വാങ്ങിട്ടോ, അതിന് കുഴപ്പമില്ല. അയാൾക്ക് പൈസ കൊടുത്തു, അത് വാങ്ങി.
അപ്പൊ എന്താ, അത് അയാളെ മതത്തിന്റെ ഒരു നിയമമാണ്. ഒളുഹയത്തിന്റെ അരച്ചാണ്ട് കൊടുക്കാൻ പറ്റില്ല, അതിന് വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ ചില യൂട്യൂബർമാരുണ്ട്, ഇവർക്ക് ഈ മസ്തിലൊന്നും അറിയില്ല, എന്നാ ഓരോ മുസ്ലിം പേരും അല്ലാത്ത പേരൊക്കെ കൂട്ടിയാലേക്കാണ്. ഉണ്ടാകുന്നാ മതി, കാര്യങ്ങൾ അങ്ങനെ പോയിക്കോളും. വെറുതെ വിവാദം ഉണ്ടാകുകയാണ്. അത് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ, നമുക്ക് ദീന് വളരെ പ്രധാനമല്ലേ. നമ്മൾ ആകെയുള്ള പ്രത്യേകത എന്താ, അവര് ആ ഒരു അച്ചടക്കും കാര്യങ്ങളുള്ള ദീനിയായ കാര്യങ്ങളിൽ നിന്ന് വിടാതെ അങ്ങനെ തന്നെ പോണം. നമ്മൾ ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കേണ്ട ഒരാളാണ് CH മുഹമ്മദ് കോയ. അദ്ദേഹം സമുദായത്തിന് ചെയ്തത്ര ഇന്ന് ചെയ്യേണ്ടതൊക്കെ തുലാസിന്റെ ഒരു തട്ടിലും, CH ചെയ്തത് തുലാസിന്റെ മറ്റേ തട്ടിലും ഇട്ടാതാണ് കനന്തോ. അദ്ദേഹത്തെക്കാൾ വലിയൊരു മതേതര വിശ്വാസി ആരുണ്ടാകുക? മൂപ്പര് ഇത് കൊളുത്തിയില്ലല്ലോ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്. എന്റെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. വലിയ മതേതര വിശ്വാസിയായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അന്ന് ഒരു പ്രമുഖ ചാനലാരൻ പത്രപ്രവർത്തകൻ ഈ നിലവിളക്ക് കത്തിക്കുന്നതിനെ പറ്റി തുറന്നു പറഞ്ഞത് ആര്? മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഞാൻ അള്ളാഹുവിന്റെ ഹദ്ദുകൾ തിൽക ഹുദൂദുല്ലാഹ്, ഇത് അള്ളാഹിന്റെ നിയമപരിധികൾ എന്ന് പറഞ്ഞാൽ ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാൻ, നമ്മളിപ്പോ അനന്തരാവകാശ നിയമത്തിനെ പറ്റിയാണ് പറയുന്നത്, അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം അൽ അഹ്കാമുൽ മദ്കൂറ മിൻ അംരിൽ യതാമ വമാ ബഅദഹു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു യതീമുകളുടെയും അതുപോലെ തന്നെ വാപ്പാന്റെ ഉമ്മാന്റെ അനന്തര സ്വത്ത് വിഹിതിക്കുന്ന വിഷയം മാത്രമല്ല, അള്ളാന്റെ നിയമങ്ങൾ എന്തൊക്കെയുണ്ടോ ആ പരിധികളൊക്കെ നിങ്ങൾ പാലിക്കണം എന്നാണ് പറയുന്നത്. കഴിയുന്നിടത്തോളം പാലിക്കാം. ചിലതൊന്നും നമുക്ക് പാലിക്കാൻ കഴിയാത്തല്ല. ഉദാഹരണം പറയാ, ഇപ്പോ സ്ഥാപനങ്ങള്, വ്യവസായ സ്ഥാപനങ്ങള്, കാര്യങ്ങള് അത് ഇൻഷൂർ ചെയ്യുന്നത്, ബാങ്കുമായി ബന്ധപ്പെടുന്നത്, ഇതൊന്നും മാറിക്കാൻ കഴിയില്ല. രാജ്യത്തിന് കുറെ നിയമങ്ങളുണ്ട്. പണം വീട്ടിൽ അങ്ങനെ സൂക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പൊ നമ്മൾ നിർബന്ധിത ഘട്ടത്തിൽ ബന്ധപ്പെടുക. അപ്പൊ അതിൻ്റെതായ മാർഗങ്ങളുണ്ടാവും. എല്ലാ കാര്യങ്ങളും നമുക്ക് തിരിഞ്ഞാലും പറഞ്ഞാലും അപ്പൊ പ്രശ്നമായി കാരണം. അങ്ങനല്ല, എന്നാൽ ശ്രദ്ധിക്കാൻ കഴിയുന്നതോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അപ്പോ എന്തായിരുന്നാലും ഈ ആയത്തിൽ അല്ലാഹു തആല പറയാണ് എന്ത്, ഈ കാര്യം പറഞ്ഞു. ഇനി അടുത്ത ആയത്ത് നോക്കൂ, അതിൽ ഇതിന്റെ മറ്റൊരു ഭാഗം പറയണം. അള്ളാഹുവിനിക്കും അവന്റെ റസൂലിനിക്കും ഒരാൾ എതിർ പ്രവർത്തിച്ചാൽ ആ നിയമപരിധി ആരെങ്കിലും വിട്ടുകടന്നാൽ അവനെ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കും. ഖാലിദൻ ഫീഹാ, അതിൽ അവൻ ശാശ്വതനായിരിക്കും. വലഹു അദാബും മുഹീൻ, അവർക്ക് നിത്യമായ ശിക്ഷയുണ്ട്. അള്ളാഹ്ക്കും റസൂലിനിക്കും ഒരാൾ എതിർ പ്രവർത്തിച്ചു, അള്ളാഹുവിന്റെ നിയമപരിധിയെ വിട്ടുകടന്നു. അങ്ങനെയാണെങ്കിൽ അള്ളാഹു അവനെ യുദ്ഖിൽഹു നാറൻ, നരകത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കും. ഖാലിദൻ ഫീഹാ, അവനതിൽ പിന്നെ എന്താണ്, നിത്യവാസിയായിരിക്കും. അവിടെ നിങ്ങൾ ആ രണ്ട് ആയത്തിലും ഒരു വലിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച, നിങ്ങളൊന്ന് പറഞ്ഞാണേ. ആദ്യത്തെ ആയത്തിൽ അള്ളാന്റെ നിയമപരിധിയാണ്, അത് സൂക്ഷിക്കണം. അങ്ങനെ അനുസരിച്ചാല് ഒരു സ്വർഗീയ ആരാമങ്ങളിൽ കിടക്കും. ആ പരിധി വിട്ട് കിടന്നാൽ നരകത്ത് കിടക്കുന്നതാണ്. ഒന്നിന്റെ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. പക്ഷെ ഒരു പ്രയോഗത്തിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ആ വാക്കൊന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങൾ. അതെ, ഒരിടത്ത് ഖാലിദീന ബഹുവചന രൂപത്തിൽ പറഞ്ഞു അല്ലേ, ഒരിടത്ത് ഖാലിദൻ ഏകവചന രൂപത്തിൽ. എന്താ കാരണം? ആദ്യം പറഞ്ഞത് സ്വർഗത്തിന്റെ കാര്യമാണ്. അതിൽ വലിയൊരു പോയിന്റ് ഉണ്ട് എന്നാണ് മഹാന്മാർ പറയുന്നത്. ആദ്യം പറഞ്ഞത് സ്വർഗത്തിന്റെ കാര്യമാണ്, രണ്ടാമത്തെ നരകത്തിന്റെ ആണ്. സ്വർഗത്തില് അങ്ങനെ ബഹുവചന രൂപത്തിൽ അവർ അതിൽ നിത്യവാസികളായിരിക്കും. ഖാലിദീന എന്ന് പറയാനുള്ളൊരു കാരണം പറയുന്നത് എന്താ വെച്ചാല്, അവിടെ അവന് മാത്രാവൂല, അവന് അവന്റെ സ്വാലിഹത്തായ ഭാര്യ, സ്വാലിഹീങ്ങളായ മക്കള്, അതുപോലെ ദുന്യാവൊരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയവർ. ഇപ്പൊ നമ്മളെ കയ്യിലേക്കാരേ, കാരണം നമ്മളിപ്പോ എല്ലാ ആഴ്ച ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നു.
ഇത് പിന്നെ നമ്മൾ പരസ്പരം കാണുന്നു. അതിന്റെ പേരിൽ ഈ ക്ലാസ്സിന് വരുന്നവരൊക്കെ പരസ്പരം വലിയ ബന്ധങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എവിടുന്നേലൊക്കെ നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ ഒന്നിങ്ങനെ നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല ഭയങ്കര ക്ലാസ്സിന് വരണ്ടാണ്, തഖ്വീക്ക് വരണ്ടാണ്, കണ്ടോ. അവർ അങ്ങനെ ദീനിന്റെ പേരിൽ നമുക്കൊരു ബന്ധമുണ്ടെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ചായിരിക്കും അവിടെ നിന്ന് അറിയിക്കാനാണ് ഖാലിദിനെ ഉപയോഗിച്ചത്. എന്നാൽ നരകാവകാശിക്ക് ഒരു ഒറ്റപ്പെടൽ കൊടുക്കും അല്ലാഹു എന്നാണ്. അത് ഭയങ്കര ക്ഷീണമല്ലോ. ഇപ്പൊ നമ്മളിപ്പോ 2-3 ആൾക്കാർ പോവുകയാണ്. ഈ 2-3 ആൾക്കാർ പോകുമ്പോൾ അവര് എന്തെങ്കിലും ഒരു ദുരന്തത്തിൽപ്പെട്ടാല് 3-4 ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഓൽക്കൊരു ധൈര്യമാണ്. ഒരാള് ഒറ്റക്കാണെങ്കിൽ ഒന്ന് മുണ്ടി പറയാൻ ഒരാളില്ലാഞ്ഞാല് അത് വല്ലാത്തൊരു ഒറ്റപ്പെടലേക്കാണ്. ഇപ്പോ ഉംറക്ക് പോയിട്ട് നാള് ഒരു സംഘം കൊണ്ടുപോയ ആളുകൾ മുങ്ങി എന്ന് പറഞ്ഞ് എയർപോർട്ടിൽ കുടുങ്ങി. 50 ആൾക്കാരുണ്ട്. അപ്പൊ അതിലൊക്കെ പാവം നിഷ്കളങ്കരായ താത്താരാണ്. അവര് ചിലപ്പോ പിന്നെ ഉൾപ്രദേശത്ത് പാർക്കേണ്ടവരേക്കാൾ ആകെ അവിടെ തൊട്ടടുത്ത ടൗണിക്കൊന്ന് വന്ന് പരിചയം ഉണ്ടാവുള്ളൂ. ഓരാണ് ഇപ്പൊ ജിദ്ദ എയർപോർട്ടിൽ കുടുങ്ങി കിടക്കുന്നത്. അതൊരൊറ്റ ആളാണെങ്കിൽ ആകെ ബേജാറാവും അല്ലേ, ആകെ ബേജാറാവും. പക്ഷെ ഒരു സംഘായതുകൊണ്ട് മുണ്ടി പറയാൻ ഒരാളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാടെ പൊട്ടന്മാരായ മതി അല്ലേ. ആണ് നമ്മള് കുടുങ്ങുമ്പോൾ ആരെങ്കിലും ഒരാൾ ഒപ്പുണ്ടാവുമ്പോ അതൊരു സമ്മാനമാണ്. ചിലപ്പോൾ നിങ്ങൾ ഭർത്താക്കന്മാരില്ലാത്ത ചില പെണ്ണുങ്ങളൊക്കെ ഓലെ ഏട്ടത്തിയാളെ കുട്ടികളെ അഞ്ചത്തിയാളെ കുട്ടികളെയൊക്കെ പേടിക്ക് കൊണ്ടുവരാൻ. ഓനാകെ 12 വയസ്സായിട്ടുണ്ടാവും. ഓന് പേടിക്ക് ഈ താത്തയും വേണ്ടിയാണ്. താത്താക്ക് പേടിക്കാണ് ഓനെ കൊണ്ട്. ഇനി അവിടെ വലിയ വാതിലും മുട്ടലുണ്ടായി 2 ആൾ മൂത്രം വെച്ചിട്ടുണ്ടാവും പേടിച്ചിട്ട്. ഇന്നാലും ഒരു സമാധാനമാണ്. എന്ത് ഒരു ചെറിയ കുട്ടികളൊപ്പം ഉണ്ടായാല്, വയസ്സായ ആൾക്കാരുണ്ടായ അങ്ങനല്ലേ, കിടപ്പ് രോഗീകാരം വല്ലിപ്പ, എന്നാലും ആ ഇഷാമരുവിൻ്റെ അല്ലെ ദിക്റും ചൊല്ലി സ്വലാത്തും ചൊല്ലി ഒരു കിടത്തൻ്റെ എന്താ അതിൻ്റെ രസം. അകം മരിച്ചണ പോകുമ്പോ അപ്പോഴാ അറിയാം. പിന്നെ പെണ്ണുങ്ങൾ പറയും ഇന്നെ കൊണ്ട് ഒറ്റക്ക് അവിടെ കഴിയൂല കേട്ടോ. ഇതുവരെ കള്ളന്മാരെ പേടിയാണ്. കള്ളന്മാരെന്നാ വല്ലിപ്പാനെ കൊണ്ട് എന്തെങ്കിലും കഴിയോ? ഒന്നും കഴിയൂല. ആ കട്ടിലടക്കം കൊണ്ടായാലും അവൻ കടന്നു കൊടുക്കും. എന്നാലും അങ്ങനെയുള്ളോ. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വർഗത്തിൽ നമ്മളെല്ലാവരും ഇവിടെ ഉള്ളവരൊക്കെ അവിടെ ഇനി ഒറ്റപ്പെട്ടാൽ പോലും പ്രശ്നമില്ല, പക്ഷെ അവിടെ ഭയങ്കര സന്തോഷം. എന്നാൽ അതേസമയം ഈ കുടുങ്ങുന്ന ആളുകൾ നരകത്തിലോ അവിടെ ഒറ്റപ്പെടുകയാണ്. മറ്റുള്ളവരെ ഒന്ന് കണ്ട് സമാധാനിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. അങ്ങനെ ഒരു ഒറ്റപ്പെടുന്നൊരവസ്ഥ കൊടുക്കുന്ന അറിയിക്കാനാണ് അവിടെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ ഓലൊക്കെ നല്ല ആൾക്കാരായി ഓര് പോയി എന്നാൽ ഓരൊപ്പം പിന്നെ കൊണ്ടുപോകല്ല, ഒറ്റക്ക് ഇവിടെ തന്നെ. ഇങ്ങനെ പല അർത്ഥങ്ങളും അതിനുണ്ട്. ആ അർത്ഥങ്ങൾ മനസ്സിലാക്കാനാണ് ആ രൂപത്തിൽ അള്ളാഹു പറഞ്ഞത്. അപ്പൊ നോക്കൂ, ആരെങ്കിലും അള്ളാഹും റസൂലിനും എതിര് പ്രവർത്തിച്ചാൽ ആ അതിരുകൾ ആരെങ്കിലും വിട്ടുകിടന്നാൽ അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും അല്ലാഹു ഖാലിദൻ ഫിയാ, അതിൽ നിത്യവാസിയാണവൻ. വലഹു അദാബും മുഹീൻ, അവന് അപമാനകരമായ ശിക്ഷണ്ട്, നിന്ദ്യമായ ശിക്ഷണ്ട്. അതുകൊണ്ട് അള്ളാന്റെ നിയമപരിധികളെ ഇതിന്റെ വ്യാഖ്യാനം കിടക്കുന്ന എവിടെ? ഈ ആയത്തിന്റെ അഹ്സാബ് സൂറത്തിലാണ്. ഒരായത്തിലേക്ക് ഇങ്ങോട്ട് ഞാൻ പറയാം. അഹ്സാബ് സൂറത്തിലെ 6-ാമത്തെ ആയത്തോ നോക്കി. 418. ആറാമത്തെ ആയത്തോ ആ പറയുന്ന കാര്യം ആദ്യഘട്ടത്തിൽ ഉള്ള ഒരു നിയമമാണ്. ഇപ്പൊ നമ്മൾ ഓതി വെച്ച ആയത്തോടു കൂടെ ക്യാൻസൽ ചെയ്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആയത്ത് മുഴുവല്ലോ, അതിന്റെ ലാസ്റ്റ് ഭാഗത്തുള്ള മസല മാത്രം. ആയത്ത് അതേപോലെ തന്നെ, മറ്റായത്തോതി അതേ കൂലിയാണ്. ആയത്തിന്റെ ആദ്യ ഭാഗത്തിന് മാറ്റില്ല. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين
ഇല്ലാ അൻ തഫ്അലൂ ഇലാ ഔലിയാഇകും മഅറൂഫാ കാന ദാലിക ഫിൽ കിതാബി മസ്തൂറാ. അന്നബിയു നബി തങ്ങൾ ഔലാ ബിൽ മുഅ്മിനീന മുഅ്മിനീങ്ങളോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നു മിൻ അൻഫുസിഹിം അവരുടെ സ്വന്തം ദേഹത്തെക്കാൾ വ അസ്വാജുഹു മുത്തനബിയുടെ ഭാര്യമാര് ഉമ്മഹാത്തുഹും ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മാതാക്കളാകുന്നു. അത് ഒരു ഭാഗാട്ടോ, അതിനൊരു മാറ്റമില്ല. അതെന്താ ഇറങ്ങാൻ കാരണം? തബൂക്ക് യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങാൻ നബി തങ്ങൾ പറഞ്ഞു. അപ്പോൾ ചില സഹാബിമാര് നബിയോട് പറഞ്ഞു, നബിയെ കുറെ പോണ്ട യാത്രയാണ്, 700 ചില്ലാന കിലോമീറ്റർ പോകണം. അപ്പൊ അന്നത്തെ കാലത്തന്നെ ഇന്നത്തെ പോലെ ഒന്നും സൗകര്യമില്ലല്ലോ, ദിവസങ്ങൾ ഒരുപാട് മാസങ്ങൾ എടുക്കും. അപ്പൊ അതുകൊണ്ട് വാപ്പാനോടൊക്കൊന്ന് പെരി ചോദിച്ചിട്ട് പോരെ വെച്ചു. അതിലല്ല പറയാ അന്നബിയു നബി തങ്ങൾ ഔലാബിൽ മുഅ്മിനീന മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടതാണ് മിൻ അൻഫുസിഹിം അവരുടെ സ്വന്തം ദേഹത്തെക്കാൾ. പിന്നല്ലേ മാതാപിതാക്കള് സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടത് അല്ലാഹുവിന്റെ റസൂലാണ്, ഖുർആനാ പറയുന്നു. എന്നിട്ട് പിന്നെ പറയാ വഅസ്വാജുഹു നബിയുടെ ഭാര്യമാര് ഉമ്മഹാത്തുഹും ഇവർക്ക് മാതാക്കളാണ്. നബിയുടെ ഭാര്യമാര് ഇവർക്ക് ഉമ്മാരാണ്. അപ്പോ നബിയുടെ ഭാര്യമാര് ലോകത്തുള്ള മുഴുവൻ മോമിനിയങ്ങൾക്കും ഉമ്മയാണെങ്കിൽ ഉമ്മാരാണെങ്കിൽ ആ ഉമ്മാരുടെ ഭർത്താവായ നബി തങ്ങൾ നമുക്ക് വാപ്പേക്കാരം ആത്മപിതാവാണ്. അപ്പൊ ഇനി ഒരു വാപ്പനോട് ചോദിക്കാല്ല എന്നാണ് പറയുന്നത്. ഇനി അതിന്റെ ശേഷം പറയുന്നെന്താ അള്ളാഹു പറയാണ്, കുടുംബക്കാരുണ്ടല്ലോ അവര് ചിലരെക്കാൾ ബന്ധപ്പെട്ടതാണ് ഫീ കിതാബില്ലാ അള്ളാഹുവിന്റെ വേദത്തില് മിനൽ മുഅ്മിനീന. അതായത് ഈ ആയത്തിൽ പറയുന്ന വിഷയം നല്ലോണം ശ്രദ്ധിക്കണം. അള്ളാഹു പറയാണ് മിനൽ മുഅ്മിനീന വൽ മുഹാജിരീന മുഅ്മിനീങ്ങളിൽ നിന്നും മുഹാജിരികളിൽ നിന്നുള്ള ബന്ധത്തെക്കാൾ എന്താ പറയണ്ടറിയോ? ആദ്യം അനന്തരാവകാശ സ്വത്ത് എങ്ങനെയാണ് കൊടുത്തിട്ടറിയോ? പല നിലക്കുണ്ടേന്ന് വന്നല്ലോ. ഇനി ഞമ്മക്കിടയിൽ ആദ്യം നിയമം ഉണ്ടായിരുന്നു. എന്താ? മക്കത്തുനിന്ന് ഹിജ്റ പോയ പാവപ്പെട്ട ആൾക്കാര് മദീനത്ത് മുഹാജിറുകൾ, അങ്ങനെ അൻസാറിൽപ്പെട്ട സഹാബിമാർ ഓരോരുത്തർ ഒരു മുഹാജിറിനെ അല്ലെങ്കിൽ ദത്തെടുക്കുന്നത് പോലെ ഇങ്ങോട്ട് സ്വീകരിച്ചു. അങ്ങനെ പിന്നെ ആ അൻസാറിൽപ്പെട്ട ആള് മരണപ്പെടുമ്പോൾ അയാളെ മുതലിൽ ഒരു വീതം ആർക്കും കൊടുക്കും? ഈ മുഹാജിറിന് കൊടുക്കും. ഇനി മുഹാജിറുകൾ പരസ്പരം ഭയങ്കര ബന്ധമുള്ളവരുണ്ടാവും. അപ്പോൾ ബന്ധത്തിനനുസരിച്ചാണ്. നല്ല ബന്ധമുള്ള സുഹൃത്തുക്കളൊക്കെ ആവുമ്പോൾ ഇയാൾ മരിക്കുമ്പോൾ ഒരു വീതം അവർക്കും ഉണ്ടാവും. ഇങ്ങനെയാണ് ആദ്യം ഉണ്ടായിരുന്നത്. അത് ആദ്യ കാലത്ത് നബിതങ്ങൾ അതിനെ ശരിവെച്ചു. കാരണം എന്താ വെച്ചാൽ അന്നത് ആവശ്യമാണ്, കാരണം തുടക്കാണ്. പക്ഷെ അത് നിലനിർത്തിയ അതുകൊണ്ട് ഒരുപാട് പ്രശ്നമുണ്ടാവും, ഭാവിയിൽ ഒരുപാട് പ്രശ്നമുണ്ടാവും. അപ്പൊ ഇതിനൊരു മാനദണ്ഡം വെക്കണം. അതാണ് അള്ളാഹു പറഞ്ഞത് ഉലുൽ അർഹാമി ബഅദുഹും ഔലാ ബിബഅദ് ഫീ കിതാബില്ല. അള്ളാന്റെ നിയമം അനുസരിച്ച് ഓൻ രേഖപ്പെടുത്തിയതിനനുസരിച്ച് പിന്നെ രക്തബന്ധമുള്ളവരാണ് ഏറ്റവും ബന്ധപ്പെട്ടത് മുതൽ. ആരെക്കാൾ? മിനൽ മുഅ്മിനീന വൽ മുഹാജിരീന. ഒരാൾക്ക് മുതലുണ്ട്, അയാൾക്ക് സുഹൃത്തുക്കളൊക്കെ മുഅ്മിനീങ്ങളുണ്ട്, മുഹാജിറുകളുണ്ട്. അതിനേക്കാൾ ബന്ധപ്പെട്ടത് അദ്ദേഹത്തിന്റെ ആരാണ്? പിന്നെ രക്തബന്ധത്തിലുള്ളവരാണ്. അപ്പോൾ ആദ്യത്തെ നിയമത്തെ ക്യാൻസൽ ചെയ്യാണ്. എന്നിട്ട് പറയാണ് ഇല്ലാ അൻ തഫ്അലു ഇലാ ഔലിയാക്കും മഅറൂഫ. നിങ്ങളുടെ മിത്രങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതിന് കുഴപ്പമില്ല കേട്ടോ. അതായത് മുതലൊക്കെ വാരി വെക്കുമ്പോൾ നമ്മളിപ്പോ ഈ ഭൂമി മുടിക്കേണ്ടത് മാത്രം ചിന്തിക്കല്ലേ, ഈ കാശ് വരിയൊക്കെ ഉണ്ടൊക്കെയും വിടുമല്ലോ, നാണയങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾക്ക് നമുക്ക് കുറച്ചാണ് കൊടുക്കുക, പാവല്ലേ, കുറച്ച് നമുക്ക് മറ്റേയാൾക്ക് കൊടുക്കുക. അങ്ങനെ നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ, അതന്നെ ഇവിടെ പറയുന്നത്. അതൊക്കെ നിങ്ങളെ സൗകര്യം പോലെ കൊടുത്തോളൂ. യഥാർത്ഥത്തിൽ എല്ലാത്തിനും ഒരു മാനദണ്ഡം വേണമല്ലോ, ആ മാനദണ്ഡം അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ നിയമം മാറ്റി, സുഹൃത്തുക്കൾക്കും മറ്റുമൊക്കെ കൊടുക്കണം എന്നുള്ള ആ നിയമം മാറ്റി. ആ നിയമം ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര പ്രശ്നമായി. കാരണം നമുക്കിപ്പോ നമുക്ക് അൽഹംദുലില്ലാഹ് ഈ നിയമത്തിന് മാനദണ്ഡം വെക്കാനാലേ അതിനല്ല നമ്മളൊരു ചെറിയ സംഘടന രൂപിച്ചൊരു ബൈലുണ്ടാക്കും. ഏത് സംഘടനക്കുണ്ടാവും, അതൊരു ലെവലിൽ നിൽക്കാനാണ്. അപ്പൊ നമുക്ക് ഇസ്ലാമിൽ ഈ വിഷയത്തിൽ ശരിക്ക് ഒരു ഇതില്ല എന്നുണ്ടെങ്കിൽ വളയം വിട്ട ആൾക്കാർ ചാടും. അതിനൊരു ഉദാഹരണം പറയണം. ഒരാൾ മരിച്ചു, അയാൾക്ക് 2 മക്കളുണ്ട്, 2 ആൺകുട്ടികൾ.
ഒരാൾ മരിച്ചു, അയാൾക്ക് 2 ആൺകുട്ടികളുണ്ട്. അയാളെ ഭാര്യ ഗർഭിണിയാണ്. ഇനിയിപ്പോ അയാൾ മരിച്ചല്ലോ, ആ മുതല് ഓരിയേക്കാൻ പറ്റുമല്ല എന്നുള്ളതാണ്. അയാൾ മരിച്ചു, ഇവിടെ എന്താ ഓരിയേക്കാലോ നമുക്ക് കരുതുക. എന്താ കാരണം? 2 മക്കളുണ്ടല്ലോ, 2 ആൺകുട്ടികളാണ്, മുതൽ പുറത്തു പോവില്ല. പക്ഷേ അവിടെ ആരുണ്ട്? ഗർഭിണിയാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ആ മുതല് ഓരി വെക്കാം. ആർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ? ആ പെണ്ണിന് 8-1 എടുക്കാം. കാരണം മരിച്ച ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 2 കുട്ടികളുണ്ടല്ലോ. ഭർത്താവിന് കുട്ടികളുണ്ടെങ്കിൽ അവിടെ ഭാര്യയ്ക്ക് 8-1. അതിന് ഇനി മാറ്റം ഉണ്ടാവില്ല. ഇനിയിപ്പോ ആ ഗർഭത്തിലുള്ള കുട്ടി പുറത്തു വന്നാലും അതിനെന്തുണ്ടാവില്ല, മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ ആ പെണ്ണ് എന്ത് ചെയ്യാ, ആ മുതല് ആ മരിച്ച ആളുടെ ആകെ സ്വത്തിന്റെ 8-1 ആ പെണ്ണിനെടുക്കുക. അത് പോരാ, മറ്റേത് അവിടെ വെക്കണം. എന്നിട്ട് നീ ഈ സഹോദരി പ്രസവിച്ചതിന് ശേഷം അതിന് തീരുമാനാക്കാൻ പറ്റും. അതും ആൺകുട്ടിയാണോ എന്നാല് ആ 3 ആൾക്ക് അതായി. പെൺകുട്ടിയാണെങ്കിൽ ആണൊരു പെണ്ണൊരു മക്കൾ. ഇങ്ങനെ എല്ലാ വിഷയത്തിലും ഉണ്ട്, എല്ലാ വിഷയത്തിലും. കൊലയാളിക്ക് അനന്തര സ്വത്തില്ലല്ലോ. കൊലയാളിക്ക് അനന്തര സ്വത്ത് ഉണ്ട് എന്ന് വന്നാൽ എന്താവും? വാപ്പാനെ കൊല്ലാൻ തയ്യാറാവും. മുതലൂരിയേക്കാത്ത അല്ലാതെ കിട്ടണ്ടേ? ഇവിടെ ക്ലാസ്സിന് വരണ്ടേ നമ്മളെ ഒരാളോട്, ആ സ്ഥലമൊന്നും ഞാൻ പറയണില്ല, ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചുമ്പോലോ, പിന്നെ ഇപ്പോഴല്ലേ നമുക്ക് മുതലിട്ടണ്ടേ? ഇതിപ്പോ വാപ്പ മരിച്ചാൽ അത് കിട്ടൂല. ഇപ്പോഴല്ലേ നമുക്ക് കിട്ടിയാലല്ലേ കാര്യമുള്ളൂ. ഇവന്റെ ചിന്ത പോണ്ട പോക്കാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഓവറായി ചിന്ത ചിലപ്പോൾ ശങ്ക പിടിച്ച് നോക്കുവേ. അങ്ങനത്തെ സ്വത്തില്ല, അല്ലെങ്കിലൊക്കെ ഭയങ്കര പ്രശ്നക്കാരേ. ചില ആൾക്കാര് ഇന്നത്തെ കാലം അങ്ങനല്ലേ. നമ്മള് ഇന്നിപ്പോ ഓരോ വാർത്തകൾ കേൾക്കണ്ടല്ലേ. 1.5 വയസ്സായ കുട്ടിക്ക് ഇത് കിട്ടിയാണ്ടില്ലേ? 1.5 വയസ്സായ കുട്ടിക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോ 90 ചില്ലാനം മുറിവാണ്. 1.5 വയസ്സുള്ള ഭാവിയിൽ ആ കുട്ടി ഒരു ഭാരമാവുമെന്ന് കരുതിയിട്ടാണല്ലോ അഷ്കർ എന്ന് പറഞ്ഞൊരു സഹോദരനാ തമ്മാടിത്തരം ചെയ്തത്. നാട്ടുകാരെല്ലാം കൈകാര്യം ചെയ്തേക്കണം. ആ നാട്ടുകാർക്ക് എന്തെങ്കിലും അവാർഡ് കൊടുക്കണം. വെറുതെ സമരം നടത്തേണ്ടവരുണ്ട്. പണ്ടൊക്കെ KSRTC കല്ലെറിഞ്ഞു, ഇപ്പോൾ ഉണ്ടായില്ല. കാരണം ആ ചില്ലിന്റെ പൈസയും കൊടുക്കേണ്ടതിന് ട്രിപ്പ് മുടങ്ങിൻ്റെ കൂടി കൊടുത്താലേ ജാമ്യം കിട്ടുള്ളൂ. എന്നിട്ടും ചില പോയത്തക്കാരൊന്ന് പൊതുമുതൽ നശിപ്പിക്കുന്നുണ്ട്. നേതാക്കന്മാര് ഇതൊക്കെ കഴിഞ്ഞു പോയി നല്ല ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് TV ഒക്കെ കണ്ടങ്ങനെ കിടക്കുമ്പോൾ ഇവ ആ സിമെന്റ് അറിയിക്കും പോവാണ്. കഥ കേട്ടുള്ള ആൾക്കാരാണ്. എന്നാൽ നേരത്തെ പറഞ്ഞവരൊക്കെ 4 പൂശ ആളുണ്ടെങ്കിൽ വളരെ നല്ലതുമാണ്. കൊടും ക്രൂരത കാണിക്കുന്നവർ. 2 പെൺകുട്ടികള് പുറത്തിറങ്ങിയപ്പോ അവരെ മർദ്ദിക്കുന്നുണ്ടില്ല. എന്തിനാ ഞങ്ങൾ ഈ സമയത്ത് ഇറങ്ങിയിട്ടുണ്ട്? ആലോചിച്ച് നമ്മളെ രാജ്യത്തിന്റെ അവസ്ഥ ഒടുക്കാതിന്റെ പോക്കാവും. ഓപ്പറേഷൻ തൂഫാന് വിജയിച്ച കുറേയൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. കുറെ ആൾക്കാർ പിടിക്കുന്നുണ്ട്. എവിടേക്കെത്തുവാവും? ഏതായാലും അപ്പോ പറഞ്ഞു വരുന്നത് നിയമങ്ങളെ പറ്റിയാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരുപാട് നിയമങ്ങൾ. ഇപ്പോ അതേപോലെ തന്നെ ഇപ്പോ ഹുൻസ, ഇന്റർസെക്ഷൻ ഉണ്ടല്ലോ. പിന്നെ നപുംസകൻ എന്ന് പറയും. ആണിന്റെ പെണ്ണിന്റെ ലിംഗങ്ങളുള്ളവരുണ്ടാവും. ഒരേ ഇലവെടുത്ത മുതലൂരി വെക്കുമ്പോ ഓൽക്ക് ആണൂരിയോ പെണ്ണൂരിയോ കൊടുക്കുക. അങ്ങനെ കണ്ടല്ലോ ഇപ്പൊ ലോകത്ത്. അല്ലാത്തതുണ്ട്. ഹുൻസ എന്നറിയില്ല നമ്മളെ. ഹുൻസ അതിൽ തന്നെ 2 ഐറ്റംസ് ഉണ്ട്. ചിലത് പിന്നെ ലിംഗമൊക്കെ ഒന്നേ ഉണ്ടാവുള്ളൂ. ആണിന്റെ ലിംഗേകാരം, പക്ഷെ പെണ്ണിന്റെ സംസാരേകാരം. പല രൂപത്തിലുണ്ട്. വർത്താനൊക്കെ ഇപ്പൊ നമ്മളെ ഏരിയയിൽ ഒരാളുണ്ട്, പാവാണ്. നമുക്ക് തന്നെ ഒരു സങ്കട കണ്ടാല്. ആണാണ്, എല്ലാ നിലക്കും ആണാണ്. പക്ഷെ ഇപ്പോഴും കുട നിറച്ചുടിച്ചാൽ പോകാം. ഒരു 60 കൊല്ലം അപ്പുറത്തേക്ക് പോകും. അന്നത്തെ താത്താരൊക്കെ ഒരു കുട നിറച്ചുടിച്ചിങ്ങനെ പോലെ ബസ് സ്റ്റോപ്പിലൊക്കെ ഇങ്ങനെ പോയി നിർത്തണ്ടല്ലോ അന്നൊക്കെ. ഇല്ലല്ലോ, അന്നൊക്കെ അങ്ങനെ പുതിയണ്ണം പോകുമ്പോൾ പുതിയാപ്പിള കുറെ മുന്നിക്കേക്കാരം മടിയോണ്ട് ഉണ്ടാന്. ബസ് സ്റ്റോപ്പിൽ എത്തി കിട്ടാണ്ടില്ല ഇടങ്ങാറ് എത്രയേക്കാരം.
ഓലൊക്കെ അടുത്തടുത്ത് പോയാൽ വലിയ തെറ്റായിട്ട് അന്ന് ആൾക്കാർ കണ്ടില്ലേ. ഇപ്പം മഴ ഉണ്ടെങ്കിൽ പോലും ഒരു കുട എടുക്കുള്ളൂ, എന്നാ കൂട്ടി പിടിച്ച് പോകാലോ എഴുതിയാണ്ട്. മോട്ടോർ സൈക്കിളുമേലൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഇറുകി പിടിച്ചിട്ടൊരു പാറിലുള്ള വസ്ത്രം അത്ര അടുത്തുക്കൂല. അതിലേറെ കല്യാണം കഴിഞ്ഞ് 1-2 മാസം കേട്ടോ. പിന്നെ ഓലും കിട്ടി വിഘടിച്ച മഹല്ല് കമ്മിറ്റി മുഴുവൻ ഇറങ്ങണം ഓരോന്ന് കൂട്ടണമെങ്കിൽ. ഇല്ല കരച്ചിലില്ലല്ലേ, ഇന്ന് ഓല് തീരുമാനിച്ചാണ്ട് നമ്മളോട് പറയല്ലേ. അന്ന് ഒറിജിനൽ കരച്ചിലായിരുന്നു. ഒക്കെ ഇന്നുണ്ട്, ഒറ്റപ്പെട്ട ചിലരൊക്കെ ഉണ്ട്. ഉമ്മാരോടും വാപ്പരോടും ഭയങ്കര സ്നേഹമുള്ള കുറവാണ്. സ്നേഹമുള്ളവരൊക്കെ ഉണ്ട്, ഒറ്റപ്പെട്ട ചിലർ ആവട്ടെ. പിന്നെ കരണമെന്നൊന്നുമില്ല, എന്നാലും അങ്ങനെ ഉണ്ടല്ലോ, ഓരോന്നിനോരോല്ലേ കൊത്തിക്കൊണ്ടുപോകും പോലെയാണ്. അത്രയ്ക്ക് നോക്കി വളർത്തിയിട്ട് അങ്ങനെ തോന്നുകയാണ്. സാരല്ല, അങ്ങനെ തന്നെയുള്ള അതിൻ്റെ നിലപാടുകൾ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഹുൻസകൾ ഉണ്ടെങ്കിൽ ഓരോ മുതലെങ്ങനെ ഒരുക്കാൻ അറിയാങ്ങൾ. അത് ഏലൊന്നും തീരുമാനമാകുന്നവരെ ഒരുക്കാൻ പറ്റില്ല. ഈ തീരുമാനമാകൽ എങ്ങനെ വെച്ചാൽ, 2 ലിംഗമുള്ള ഒരാളാണെങ്കിൽ ഓന് മൂത്രമൊഴിക്കുന്ന സമയത്ത് ഏതിലൂടെയാണ് മൂത്രമൊഴിക്കുന്നത് എന്നാണ് നോക്കേണ്ടത്. പുരുഷലിംഗത്തിലൂടെ ആണെങ്കിൽ ഓനെ പുരുഷനായിട്ട് കണക്കൂട്ടിയിട്ട് ഓലെന്ത് ചെയ്യുക, മുതലൊരുക്കാം, ആണോരിയായിട്ട്. സ്ത്രീലിംഗത്തിലൂടെയാണ് അവർ പിന്നെ മൂത്രമൊഴിക്കുന്നതെന്നുണ്ടെങ്കിൽ, മലമൂത്ര വിസർജനം നടത്തുന്നുണ്ടെങ്കിൽ അവരെ പെണ്ണുങ്ങളെ വാർത്തക്കും. 2 ഒരുപോലെ വരുന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ വരുന്ന ഏതാണ് നോക്കുന്നതാണ്. അങ്ങനെയൊക്കെ തീരുമാനം ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ട്. അവിടെ ചിലപ്പോൾ നോണ അറിയേ ആണോരിട്ടാൻ അല്ല, അതൊക്കെ ഒരു വിശ്വാസമാണ്. നമ്മളിപ്പോൾ തൊലാഖിന്റെ വിഷയമൊക്കെ വരുമ്പോൾ ഇദ്ദ കഴിയുന്നത് 3 ആർത്തം 3 ശുദ്ധികാരം എന്ന് പറഞ്ഞല്ലോ, അതിലൊരു വിശ്വാസമാണ്. അവർ പറയേണ്ട, പെണ്ണുങ്ങൾ പറയേണ്ടത് നമ്മൾ വാസ്തവപ്പെടുത്തുന്നുള്ളതാണ്. ഓൽക്കലതിനെ പറ്റി കൂടുതൽ അറിയുള്ളൂ. എൻ്റെ ആർത്തവം നിലച്ചിരിക്കുന്ന കല്യാണം നിക്കാഹ് നടത്താന്ന് പറഞ്ഞാൽ അത്രയല്ലേ കഴിയുള്ളൂ. പിന്നെ നീറ്റ് പരീക്ഷയ്ക്ക് നോക്കുമ്പോൾ നോക്കാൻ പറ്റൂലല്ലോ, വരും നോട്ടം നോക്കൂലേ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു വിശ്വാസം. എന്തായിരുന്നാലും അവിടെയൊക്കെ നമുക്ക് എന്തുണ്ട്, എല്ലാ വിഷയത്തിലും ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അപ്പോൾ നോക്കൂ, അതിലൊക്കെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം വളരെ യുക്തമായിരിക്കും. നമ്മൾ ഈ മുതൽ ഓഹരിയൊക്കെ അടുത്തൊക്കെ അത്തരം വിഷയങ്ങളൊക്കെ നോക്കുമ്പോൾ അതാണ് ഖുർആൻ ക്രോഡീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്തിരുന്ന അതിൻ്റെ ഹെഡായ സയ്യിദ് സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് ഈ വിഷയത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ആൾ എന്ന് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിൻ്റെ ഈ വിഷയത്തിൽ വിധിവിലക്കുകൾ പാലിക്കുക. അവിടെ അതെന്താ അങ്ങനെ അതെന്താ അങ്ങനെ എന്ന് പറയാൻ വകുപ്പില്ല, അത്രേ ഉള്ളൂ. ഇനി അടുത്ത ആയത്തോട്ട്, ഇനി പറയുന്ന ആയത്ത് ആദ്യകാലത്തിൽ ഒരു നിയമം, ആ നിയമത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് സൂറത്ത് നൂറിലെ ആദ്യ ഭാഗം കൊണ്ട് ക്യാൻസൽ ചെയ്തു. ഇതിൽ പറയുന്ന ആശയം എന്താണെന്ന് നോക്കണം. വല്ലാത്തി യഅ്തീനൽ ഫാഹിഷ واللاتي يأتين الفاحشة من نسائكم فاستشهدوا عليهن 4 منكم فإن شهدوا فأمسكوهن في البيوت حتى يتوفاهن الموت واللاتي يأتين الفاحشة من نسائكم. നിങ്ങളെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ, വനിതകളുടെ കൂട്ടത്തിൽ നിന്ന് നീചവൃത്തി ചെയ്ത ഒരു വിഭാഗം, അവിടെ ഫാഹിഷത്ത് കൊണ്ട് ഉദ്ദേശം സിനയാണ്. അപ്പൊ പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്ന് വ്യഭിചാരം നടന്നാൽ ഫസ്തശ്ഹിദൂ അലൈഹിന്ന 4 മിൻകും, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് 4 പേര് അവർക്കെതിരെ സാക്ഷിക്കണം. അതായത് ഒരു പെണ്ണ് വ്യഭിചരിച്ചു എന്നതിന് അത് 4 സാക്ഷികൾ ഉണ്ടെങ്കിൽ സാക്ഷി നിർത്തണം, സാക്ഷി വേണം. അല്ലാതെ ഒരു പെണ്ണിനെ പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല. ആദ്യത്തെ നിയമം, ഇതിപ്പോ വാദകല്ല. ഫഇൻ ഷഹിദു, അങ്ങനെ 4 പേര് സാക്ഷി നിന്നാൽ, ആ പെണ്ണ് വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സാക്ഷി നിന്നാൽ ഫഅംസികൂഹുന്ന ഫിൽ ബുയൂത്, അവരെ വീടുകളിൽ തടഞ്ഞു വെക്കണം. ഹത്താ യതവഫാഹുന്നൽ മൗത്ത്, മരണം അവരെ പിടികൂടുന്നത് വരെ, മരണം വരെ അവരെ വീട്ടിൽ തടങ്കലിൽ വെക്കണം. ഔ യജ്അലല്ലാഹു ലഹുന്ന സബീലാ, അല്ലെങ്കിൽ അവരെ കാര്യത്തിൽ അള്ളാഹു ഒരു വഴി കാണിക്കുന്നത് വരെ അവരെ വീട്ടിൽ തടഞ്ഞച്ചോളിയും. ഇതായിരുന്നു ആദ്യത്തെ നിയമം. അതിലെന്തായി, ഔ യജ്അലല്ലാഹു ലഹുന്ന സബീല എന്നുള്ളതാണ് എന്തായി, സാക്ഷാത്കൃതമായി. അപ്പൊ ആ നിയമനം മാറ്റി. ഇത് ആദ്യത്തെ നിയമമാണ്.
അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന കാലഘട്ടം ഞാൻ നാൾ പറഞ്ഞല്ലോ, അറബികളുടെ പിതാവ് എന്ന് പറയുന്നത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമാണ്. ഇസ്മായിൽ നബിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഖുർആനിൽ അല്ലാഹു തആല പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ആദം നബിയെയും നൂഹ് നബിയെയും ആലു ഇബ്രാഹിമ വ ആലു ഇമ്രാൻ എന്നാണ്. ഇബ്രാഹിം നബിന്റെ കുടുംബം, ഇമ്രാന്റെ കുടുംബം, ഇങ്ങനെ 4 പേരെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഒന്ന് ആദം നബി അലൈഹി ഇസ്ലാം, ഒന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം, ഒന്ന് ഇബ്രാഹിം നബിന്റെ കുടുംബം, ഒന്ന് ഇമ്രാന്റെ കുടുംബം. അല്ലെ ഇമ്രാൻ പ്രവാചകനല്ല, ഇമ്രാൻ എന്നവരുടെ ഭാര്യയാണ് ഹന്ന, അവരുടെ മോളാണ് മറിയം ബീവി. അങ്ങനെ പോകും. ഇബ്രാഹിം നബിന്റെ കുടുംബത്തെ അവിടെ പ്രത്യേകം പറഞ്ഞു. അന്ന് ഇസ്ഹാഖ് നബിയാണ്, അത് ഇസ്രായേലി പ്രവാചകന്മാരൊക്കെ വൈക്ക് അങ്ങനെ പോകും. ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നമ്മുടെ നബി മാത്രമാണ്. അപ്പം നീണ്ട കാലം പ്രവാചകന്മാർ വരാത്തതുകൊണ്ട് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും അതിൻ്റെ അടി കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നായിരുന്നു ഈ വ്യഭിചാരം എന്നുള്ളത്. അതിനൊന്നും അങ്ങനെ ഒരു വിലക്കോ കാര്യങ്ങളൊന്നുമില്ല. ആളുകളൊക്കെ ഇന്നിപ്പോൾ ചില പിന്നെ ആളുകൾ പറയുന്നുണ്ടല്ലോ, വിവാഹത്തിന്റെ ആവശ്യമില്ല, ആർക്കും ആരുമായി ബന്ധപ്പെടാം, അതിന് എന്ത് പാടില്ല? വിലക്ക് പാടില്ല. ഈ വിലക്കുണ്ടായത് കൊണ്ടാണ് ഈ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ മറക്കുന്നതാണ് പ്രശ്നം. അപ്പോ മറക്കുന്നത് കൊണ്ട് ആളുകൾക്ക് എന്തായിരുന്നില്ല കണ്ടേ മതിയാവും എന്നുള്ളൊരു തോന്നല് വരെയാണ്. മറക്കാതിരുന്ന ആ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ബുദ്ധിജീവി പറയുന്നത്. അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതുപോലെ MDMA അടക്കം കൊടുക്കണം എന്നാണ് മൂപ്പര് പറയുന്നത്. വിലക്കരുത് എന്ന് പറയുന്നത്. വിലക്കുമ്പോഴാണ് ആൾക്കാർക്ക് വലിയൊരു പ്രശ്നമുണ്ട്. യഥേഷ്ടം എല്ലാവരും ഉപയോഗിക്കട്ടെ എന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ പറയും പോലെ കാര്യങ്ങളായ എന്തേകാരം. വിവേകാനന്ദനൊക്കെ 2ാമത് വരികയാണെങ്കിൽ ഇത് ഭ്രാന്താലയം എന്നല്ല പറയാം, മൂച്ചി പിരാന്താലയം എന്ന് പറയും സാഹസികത്വം. അപ്പൊ അങ്ങനെ സ്വതന്ത്രമായി വാദിക്കുന്ന ആളുകളുണ്ടല്ലോ ഇന്നുണ്ട്. ഇതുപോലത്തെ ആളുകൾ പഴയ കാലത്തുണ്ടാവും. അപ്പോൾ വ്യഭിചാരം നല്ലോ നടന്നീന. അപ്പൊ ഇസ്ലാം വന്നതിന്റെ ശേഷം ആദ്യഘട്ടത്തില് ആ മഹാതിന്മയെ പിടിച്ചു കെട്ടാൻ കണ്ടൊരു വഴിയാണ്. ഒരു പെണ്ണിന്റെ അടുത്തുനിന്ന് വന്നിട്ട് എന്നാ ഒരു പെണ്ണ് നിരപരാധി കൊടുങ്ങരുത്, അതിനാണ് 4 സാക്ഷി. 4 സാക്ഷിയായാല് മരണം വരെ ആ പെണ്ണിനെ പിന്നെ പെരയിൽ ഇറങ്ങാൻ പറ്റൂല. വേറെ പ്രശ്നമൊന്നുമില്ല, വീട്ടിലങ്ങനെ കഴിയും, ജയിലിൽ കിടക്കുമ്പോൾ. അല്ലെങ്കിൽ അള്ളാഹു അവരുടെ പേരിൽ തീരുമാനം കാണട്ടെ, അതുവരെ അങ്ങനെ ആ തീരുമാനം കണ്ടു. ഇതാണ് ആ ആയത്തിൽ പറയുന്നത്. ആ തീരുമാനം എന്താന്നുള്ളത് മറ്റേ ആയത്തിൽ പറയേണ്ടത് ആണുങ്ങൾ ഇത് കേട്ടോളൂ. വല്ലദാനി യൽതിയാനിഹാ മിൻകും ഫആദൂഹുമാ. ഇനി ആണുങ്ങളെ പറ്റി പറയാൻ നോക്കൂ. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആണുങ്ങളെടുത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് വന്നാൽ ഫആദൂഹുമാ, 2 ആളുകളെ പറ്റി പറയാൻ. അവരെടുത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് വന്നാല് അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ പീഡിപ്പിക്കണം. പീഡിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഫആദൂഹുമാ എന്ന് പറഞ്ഞാല് അവരെ 2 പേരെയും നിങ്ങൾ പീഡിപ്പിച്ചോളൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? അവരെ ചെരുപ്പുകൊണ്ടടിക്കുക, അസഭ്യം പറയുക, വഷളാക്കുക. അവർ തൗബ ചെയ്യുകയാണെങ്കിൽ അവർ നന്മ ചെയ്താൽ നിങ്ങൾ അവരിൽ നിന്ന് പിന്മാറിക്കോളൂ. ആണുങ്ങൾക്ക് കുറഞ്ഞൊരു അളവ് കൊടുത്തു, ഒരളവ്. അവരെ എന്ത് ചെയ്യണം? വഷളാക്കുക. ആണുങ്ങൾ കൂടുതൽ ജനങ്ങളുമായിട്ട് ഇടപഴകുന്നത് ഇടപഴകുന്നവരാണ്. അപ്പൊ അവരടുത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവരെ പിന്നെ ചെരുപ്പോണ്ടടിക്കുക, പരസ്യമായിട്ട് അവഹേളിക്കുക, നല്ലോണം പിന്നെ അവരെ വഷളാക്കുക. ഇനി അവർ തൗബ ചെയ്യുകയാണെങ്കിലോ, നന്മ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരെ കാര്യം വിട്ടളി. നല്ലത് ചെയ്ത് തൗബ ചെയ്യുകയാണെങ്കിൽ വിട്ടളി. ഇന്നല്ലാഹ കാന തൗവാബർ റഹീമാ. തീർച്ചയായിട്ടും അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഒരു തീരുമാനം കൊണ്ടുവന്നാൽ ആ തീരുമാനം കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ ഈ നിയമങ്ങൾ നടപ്പിലാക്കിക്കോളൂ. കൊണ്ടുവന്നാൽ പിന്നെ അതിനനുസരിച്ച് ആയിക്കൊണ്ടെന്ന് പറഞ്ഞാണ്. അത് പിന്നെ ആ തീരുമാനം അള്ളാഹു കൊണ്ടുവന്നതാണ്. ഏത്? നൂറ് സൂറത്തിന്റെ ആദ്യം. സൂറത്ത് നൂറില് 350-ാമത്തെ പേജ്.
സൂറത്ത് നൂറിൽ അള്ളാഹു ആദ്യത്തെ രണ്ടാമത്തെ ആയത്തിൽ പറയുന്നു അസ്സാനിയതു വസ്സാനി ഫജ്ലിദൂ കുല്ല വാഹിദും മിൻഹുമാ മിഅത ജൽദ വലാ തൗഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽയശ്ഹദ് അദാബഹുമാ ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ. വ്യഭിചാരം ചെയ്യുന്ന പെണ്ണ്, വ്യഭിചാരം ചെയ്യുന്ന ആണ്, വേശ്യപ്പെണ്ണും വ്യഭിചാരം ചെയ്യുന്ന ആണും ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ, അവർ അവിവാഹിതരാണെങ്കിൽ അവരെ രണ്ടുപേരെയും 100 വീതം അടിയടിക്കണം. വിഷയം മാറി. മരണം വരെ ഒരു വീട്ടിൽ തടങ്കലിൽ വെക്കുക. ആണുങ്ങളാണെങ്കിൽ നല്ല ചെരുപ്പോണ്ട് അടിച്ചിട്ടും മറ്റും ജനമധ്യത്തിൽ വഷളാക്കുക. തൗബ ചെയ്യുകയാണെങ്കിൽ മാത്രം അവരെ പരിഗണിക്കുക, ഈ കാര്യം വിടുക. ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ടല്ലോ, അതൊന്നും മാറ്റിയിട്ട് ഇനി അത് ഓർഡറിലാക്കുകയാണ്. എന്താ ഇതറിയോ? 100 അടി. അവിവാഹിതനാണെങ്കിൽ, വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ അവർക്ക് ചെറിയേറെ അളവുണ്ട്. മനുഷ്യന്മാരല്ലേ, ഒരു തെറ്റെങ്ങനെ സംഭവിക്കാലോ, അതിനാണ് 100 അടി. 100 അടി എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയൂല. നല്ല അതും പരസ്യമായിട്ട്. അതാണ് അതിന്റെ ശേഷം പറയുന്നത് വലാ തൗഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹ്. അള്ളാഹുവിന്റെ ദീനിൽ ഉള്ള ആ ശിക്ഷ നടപ്പാക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു കൃപയും നിങ്ങളെ പിടികൂടരുത് കേട്ടോ. ആ ശിക്ഷ നടപ്പാക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളെ മനസ്സിൽ ഒരു ദയ ഒരിക്കലും ഉണ്ടാകരുത്, ഒരിക്കലും ഉണ്ടാകരുത്. അവരോട് ഒരു ദയം കാണിക്കരുത്. ഇതിപ്പോ പാവട്ടോ, അല്ലെങ്കിൽ തന്നെ ഓൻ തടിയില്ല, അല്ലെങ്കിൽ ഓൻ തടി ഓവറായതുകൊണ്ട് അവൻ അടങ്ങാറാണ്. ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് ദയ വരാൻ പഴയ കാരണം ഉണ്ടല്ലോ. ഓനൊരു സൂചി അടിക്കേണ്ടത് പോലും വലിയ പേടിയുള്ള ആളാണ്, വേദന ഓന് തീരെ സഹിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ദയൊന്നും അവരോട് എന്ത് ചെയ്യാൻ പാടില്ല, കാണിക്കാൻ പാടില്ല, കാണിക്കാൻ പാടില്ല, അടിക്കണം. അവിടെ എന്നിട്ട് കാരണം പറയണ എന്താ? ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും മധ്യനാളിലും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ. അല്ല, നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ദയ കാണിച്ചോളി. അങ്ങനെ പറയാൻ കാരണം സ്വന്തം അവനാന്റെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അവനാന്റെ ആൾക്കാരെ ഇക്കാര്യം ഇന്നലെ വരെ സുഹൃത്ത് തന്നെ നടന്നാണ്. നമ്മൾ സാധാരണ എന്ത് ചെയ്യാ, ഞാൻ കണ്ടില്ല, എന്നെ കൊണ്ട് കഴിയില്ല, ഞങ്ങൾ അങ്ങനെ കഴിയുന്നതാണ്. അന്നും പറ്റൂല. സ്വഹാബത്ത് അങ്ങനെ ആയിരുന്നല്ലോ. അള്ളാന്റെ ദീനിന്റെ വിഷയത്തിൽ ഓൽക്ക് യാതൊരു മടിയില്ലായിരുന്നു. അത് അടിക്കണം എന്നാണ് ഒരു തല്ലോ, അതല്ലോ, യാതൊരു മടിയില്ലായിരുന്നു. മഹാനായ അബൂബക്കർ മുഖത്തടിച്ചില്ലേ ഒരാളെ, അല്ലേ, ഒരുപടി അടിച്ചില്ലേ. ചില റബ്ബിന്റെ വിഷയത്തിൽ അങ്ങനെയാണ്. ഇനി നമ്മൾ പരസ്പരമാണെങ്കിൽ പോലും അവിടെ എന്തില്ല, ഓൽക്കയിലും മടിയില്ലായിരുന്നു. കഅബ് റളിയല്ലാഹു അൻഹു ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞപ്പോ ബഹിഷ്കരിച്ചില്ലേ. കഅബ് റളിയല്ലാഹുവിന്റെ ഉറ്റ സുഹൃത്തുക്കൾ വരെ കണ്ടാൽ മിണ്ടണില്ല, സലാം പറഞ്ഞില്ല, പറഞ്ഞാൽ മടക്കണില്ല, വീട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കണില്ല. നേരത്തെ ഇന്നലെ വരെ അത്രയും ചങ്കായിരുന്നു, ഇന്ന് ആരും മിണ്ടണില്ല. ഇതേ കാരണം നബി തങ്ങൾ പറഞ്ഞു മിണ്ടണ്ട. ഖുർആൻ പറഞ്ഞു 50 ദിവസം, 50 ദിവസം, 51ാമത്തെ ദിവസം തീരുമാനമായിട്ട്. ഇവിടെ അതാ പറയണ്ടത്, നിങ്ങൾക്ക് ഒരു ദൈ ഓരെ പിടികൂടരുത്. നിങ്ങൾക്ക് അള്ളാഹുവിലും അന്ത്യദിനത്തിനും വിശ്വാസമുണ്ട്. മാത്രല്ല വൽ യശ്ഹദ് അദാബഹുമാ ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്ന് ഒരു സംഘം അതിന് സാക്ഷിയാവുകയും ചെയ്യണം. ആളുകൾ കുറെ ചുറ്റുഭാഗത്ത് കാണാൻ നിൽക്കുമ്പോഴാണ് ഈ പ്രതിക്ക് ഒരു കുറ്റബോധം ഉണ്ടാകുക. മാത്രല്ല വഷളായിട്ടോ മാനുള്ള ആളുകൾ പിന്നെ അത്തരം ഒരു തെറ്റിലേക്ക് പോകില്ല. ആൾക്കാരെ അടിയിട്ട് നമുക്ക് പ്രാകൃതാണെന്നൊക്കെ തോന്നിപ്പോകും. അല്ല, അങ്ങനത്തെ നിയമം ഉണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോ CCTVയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുമാണ്. ഞാൻ നേരത്തെ 2 പെൺകുട്ടികളെ ആക്രമിക്കുന്നത്, എന്നിട്ട് അടിച്ചു വീഴ്ത്തിയിട്ട് ചവിട്ടുകയാണ്. നമ്മളെ കേരളത്തിലാണ് അവിടെ സുരക്ഷയല്ലോ, സുരക്ഷയില്ല. നമ്മളിങ്ങനെ പറയാന്നല്ലാതെ ഒരു സുരക്ഷയില്ല. അതാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ കുട്ടികളോട് ചോദിച്ചോ, നിങ്ങൾ എന്തിനാണ് ആ സമയത്ത് ഇറങ്ങിയത്? അപ്പൊ അതാ വലിയ വിഷയം. അങ്ങനെ പറയാൻ പാടുണ്ടോ? ഏത് സമയത്ത് ഇറങ്ങിയാലും അവർക്ക് പ്രൊട്ടക്ഷൻ വേണ്ടേ? ശരിയാണ്, എന്താ ചെയ്യുക? പക്ഷെ കാലം അങ്ങനല്ലല്ലോ, കാലം അങ്ങനല്ലല്ലോ. 9:30 ഒരു 9:30 ഞാൻ ഖുർആൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോണ്ട് വഴിയിൽ ഒരു പെൺകുട്ടി
ഒരു പിന്നെ മറ്റേ സ്കൂട്ടറുമേ ആ ജംഗ്ഷനിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരു ടീഷർട്ടും ജീൻസൊക്കെ എടുത്തിട്ട്. എൻ്റെ വണ്ടിയിൽ എന്നെ കൊണ്ടാക്കേണ്ടവർ പറഞ്ഞു, ഈ നേരത്തെ കുട്ടികൾ. ഞാനും അന്തം വിട്ടു. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ കുട്ടീൻ്റെ വാപ്പാനെ വിളിച്ചു. അത് വലിയൊരു വിഷയമല്ലേ. ഞാൻ പറഞ്ഞു, നിങ്ങളെ കുട്ടിയല്ലേ, പെൺകുട്ടി, തൊട്ടാ പൊട്ടേണ്ട പ്രായത്തിൽ, അതും ജീൻസും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് രാത്രി. ഞാനതറിയില്ലല്ലോ. ഞാൻ ചോദിച്ചു. അപ്പോൾ പെണ്ണുങ്ങൾക്ക് വിളിച്ചു. പെണ്ണുങ്ങൾ പറഞ്ഞു, പീഡിക്കായതിനോള് സാധനം കൊണ്ടാണ്. ഇയാൾ എന്നോട് പറയാം, ഞാൻ വളരെ ശ്രദ്ധിക്കേണ്ടാണ് ആക്കി. ഞാൻ പറഞ്ഞു, ഈ MDMA ഒക്കെ അടിച്ച് കുട്ടികൾ പോകുന്ന സമയമാണ്. ഇതൊക്കെ തന്നെ നമ്മൾ ഈ പത്രത്തിലൊക്കെ കാണും. കുട്ടികളൊക്കെ വിചാരത്തൊക്കെ വലിയ ദറജയെന്നാണ്. ഏത് സമയത്ത് ഒരു ബൈക്കൊക്കെ എടുത്ത്, ഒരു മോട്ടോർ സൈക്കിളൊക്കെ എടുത്ത്, ഇരുചക്ര വാഹനമൊക്കെ എടുത്ത് തന്നെ ഇറങ്ങൽ ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല. എന്താ സ്വാതന്ത്ര്യം ഇല്ലേ? സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാവും. സ്വാതന്ത്ര്യം വേറുള്ളവർക്ക് വേറെ ചില സ്വാതന്ത്ര്യമുണ്ട്. നല്ല ലെവലിലാവൂല പലരും, നല്ല മൂഡിലാവൂല കുട്ടികൾ. ഞാൻ എൻ്റെ സഹോദരങ്ങളോടൊക്കെ പറയട്ടെ. ഞാനിപ്പോൾ ഒരു നാളുങ്ങളോട് പറഞ്ഞാൽ 1-ാം പെരുന്നാൾക്ക് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോഴാണ് കൗൺസിലിംഗ് നടത്തേണ്ട ഒരാൾ എനിക്ക് വിളിച്ചത്. ഞങ്ങളുടെ ക്ലാസ്സിൽ വരേണ്ട ആളാണ്. എന്നോട് പറഞ്ഞ ഉസ്താദേ, ഞാൻ പിന്നെ കഞ്ചാവിന് അടിമപ്പെട്ട ഒരാളെ കൗൺസിലിംഗ് നടത്തുമ്പോൾ ആർക്കൊക്കെ അത് കൊടുക്കലെന്ന് അവൻ്റെ ഉള്ളെടുത്തപ്പോൾ 3 കുട്ടികളെ പറഞ്ഞാൽ 3 കുട്ടികൾ നിങ്ങളെ നാട്ടുകാരാണ് എന്നോട്. കുട്ടികളെ പേരും വ്യാപാര പേരും വേണം. അതിൽ ഒരു കുട്ടി അതിന് വളരെ അഡിക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്നോട്. ഞാൻ എന്ത് ചെയ്തു, പിന്നെ ആയിക്കോട്ടെ ഞാനൊന്ന് സംസാരിച്ചോട്ടെ. അങ്ങനെ ഞാൻ അതിൽ ഏറ്റവും കഞ്ചാവിന് +1-നും +2-നും അടിക്കേണ്ട കുട്ടിയാണ്. ആ കുട്ടീനെ വാപ്പാനെ വിളിച്ചു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നു. വേറെന്താ പറയണമെന്നാണ് കരുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വിഷയം പറഞ്ഞു. അങ്ങനെയൊക്കെയാണ്, ഒച്ചപ്പാടും വാളൊന്നും ഉണ്ടാക്കണ്ട, അതിൻ്റെതായ രൂപത്തിൽ കൈകാര്യം ചെയ്യണം. വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ വിവരാണ്. പിന്നെ കുട്ടീൻ്റെ പേരും വാപ്പാൻ്റെ പേരും കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞെന്നാണ്. അയാളാകെ കുറച്ച് സൂചനയായിട്ടും കിട്ടിയമാർക്കാണ് അയാളെ വർത്താനത്തിൽ നിന്ന് മനസ്സിലായത്. ഏതായാലും നിങ്ങളൊന്ന് വരണ പേരേക്ക്, ഓനോട് നിങ്ങൾ തന്നെ പറയണം. ഞാൻ പോയി. അപ്പോൾ കുട്ടികൾ നന്നാകല്ല ആവശ്യം. അങ്ങനെ ഞാൻ ഓനെ റൂമിലിരുത്തി കണ്ടേ, ഓൻ നല്ല അടിക്കലുണ്ടെന്ന് ഉറപ്പ് കിട്ടിക്കണം. അപ്പോൾ ഞാൻ ഓനോട് ചോദിച്ചു, മോനെ കഞ്ചാവറ്റ് അടിച്ചു കൊണ്ട് ചോദിച്ചു. വെറുതെ അതിൽ ഓനറിയാലോ. അതിൽ ഓൻ എന്നോട്, കഞ്ചാവോ എത്താങ്ങക്ക് ആരെ പറഞ്ഞേ? ആൾക്കാരൊരു അസൂയല്ലേ. ഓന്നെ കയ്യിലെടുക്കുക, അസൂയ കൊണ്ട് പറയാണെന്നൊക്കെ. ഓൻ്റെ വർത്താനം കേട്ടാണ്ടല്ലോ കടലുണ്ടിപ്പോഴൊക്കെ അവിടെ നിൽക്കും, എത്തായി കേൾക്കേണ്ടി വരിട്ട്. അജാതി വർത്താനം ഇന്നാണ് കയ്യിലെടുത്തോ. ഞാനൊരു ഉള്ളത് പറയാലോ, ഞാനൊരു സിഗരറ്റ് വലിച്ചിരുന്നു കേട്ടോ. അത്രയും എൻ്റെ അടുത്ത് നിന്നുണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഞാൻ കഞ്ചാവൊന്നും ഉപയോഗിക്കില്ല. എന്തായാലും ആൾക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കഞ്ചാവ് എന്നോടൊന്നും പറയാണ് അടിച്ചുകൊണ്ടാവോന്നൊരു സംശയം. എൻ്റെ വർത്താനം കേട്ടിട്ട് അമ്മാതിരി വലിപ്പിച്ചു. അവര് അടിച്ചിട്ടില്ല ലേശം. നിങ്ങൾക്ക് ഉറപ്പ് കിട്ടിയണോ ഇത് ഉപയോഗിക്കലുണ്ട്? ഒരിക്കലും ഇല്ല. ആരെ പറഞ്ഞ് ഞങ്ങൾ പറയും അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല, എന്നാൽ ഞാൻ എനിക്ക് തെളിവ് തരാം എന്ന് പറഞ്ഞാണ്ട് ഞാൻ പിന്നെ വെറുതെ അല്ല, ഈ പറഞ്ഞ ആൾ ഇവനെ വിളിപ്പിച്ചുക്കണു, അവനോട് നേരിട്ട് സംസാരിച്ചിരുന്നു. അയാളെ പ്രൊഫൈൽ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്ന് കരുവിനെ വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പം അടുത്ത് കൗൺസിലിംഗ് നടത്തേണ്ട ഒരാൾ എന്നെ വിളിച്ചിരുന്നു ചോദിച്ചു. ഇത് ഇയാളോട് സംസാരിച്ചില്ല ചോദിച്ചു. ഉള്ളു തുറന്ന് സംസാരിച്ചിട്ടില്ല ചോദിച്ചു. അയാൾ എൻ്റെ സുഹൃത്താണ്, അയാൾ മുഖേന അറിഞ്ഞാണ്. അതിലിവൻ തലം താത്തി ഇങ്ങനെ. അങ്ങനെ ഞാൻ 2 മണിക്കൂറോളം സംസാരിച്ചു. ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ കുട്ടിൻ്റെ ഉമ്മാനോട് ഉപ്പനോട് ഞാൻ സംസാരിക്കാം കേട്ടോ. അവ എവിടുന്നത് ഉപയോഗിക്കേണ്ട അറിയാം, ടറഫെന്ന്. രാത്രി പന്തൽ പോകാൻ. അപ്പൊ ഉമ്മ പറഞ്ഞ എന്താ അറിയാം, അതിന് പോകാൻ രാത്രി പന്തൽ ചാനാളെ പോകണ്ടോ, അവിടെ എത്തിയാൽ ടറഫ് ഇച്ചിരി ഫോട്ടോ അയച്ചു തരലുണ്ട്, പന്തൊക്കെ ചെയ്യാണ്ട് ഒരു ഫോട്ടോ. കുട്ടികളെ ഐഡിയ വെക്കണം. ഉമ്മ ഞാൻ ഇവിടെ ടറഫ് തന്നെ കേട്ടോ. അപ്പൊ ഉമ്മാന്റെ വിചാരം എന്താ, ആരോഗ്യം ഉണ്ടാക്കാൻ പന്തൽച്ചാൻ പോയതാണ്. ഈ ഫോട്ടോ എടുത്തുകൊണ്ട് പിന്നെ പല പരിപാടി എന്താണ്, ഞാൻ ഏറ്റവും നോക്കുക തള്ളാരെ പറ്റിക്കാൻ. അങ്ങനെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി, കുട്ടികളെ നമ്മളെ കൈവിട്ട് പോകട്ടോ. ഇങ്ങനെയാണ് അഫാൻമാരൊക്കെ ഉണ്ടാകുന്നത്. അഫാൻ നമ്മളിങ്ങനെ കേൾക്കണില്ലേ? പണ്ട് കല്ലാച്ചിയിൽ ഒരു അബ്ദുൽ ഹമീദ് ഉണ്ടായിരുന്നു. കല്ലാച്ചിയിൽ അബ്ദുൽ ഹമീദ് അല്ലേ? നിങ്ങൾക്കറിയാം, നിങ്ങളെ ടൈമാണൊക്കെ അല്ലേ? 7 ആൾക്കാരൊക്കെ കൊന്നല്ല.
അബ്ദുൽ ഹമീദ് കല്ലാച്ചി കൂട്ടക്കൊല. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ അന്നൊക്കെ നമുക്ക് അത്ഭുതേനോ. നമ്മളെ കുട്ടികൾ വല്ലാതെ അഡിക്റ്റ് ആയിക്കണം. എല്ലാവരും ശ്രദ്ധിച്ചോളി. കുട്ടികളെ രാത്രി ഒന്നും നമ്മൾ ഒരിക്കലും വിടരുത്. ഒരു പന്തലിന്റെ പേരിലൊന്നിലും വിടണം. നമ്മളിത് നമ്മളെ കുട്ടികളെ എടുത്തുനിന്ന് വരൂല. അല്ല, നമ്മൾ നല്ല ഫാമിലി ആണെങ്കിൽ നമ്മളിൽ നിന്നൊരു കുട്ടികളെ പിടിക്കാനാണ് ഇപ്പൊ ശ്രമം നടക്കുന്നത്. ഇവിടെ നമുക്കൊരു കാര്യം പറയാൻ പറ്റൂല. അറിയോ, എൻ്റെ അറിവിൽ ഒരു പള്ളിക്കത്തെ ഖതീബ്, അയാള് രോഗബാധിതനാകാൻ കാരണം എന്താ അറിയോ? അദ്ദേഹം പള്ളിക്കന്ന് മയക്കുമരുന്നിനെതിരെ ഭയങ്കരമായിട്ട് സംസാരിച്ചു. മയക്കുമരുന്നിന്റെ ലോബി എന്താ ചെയ്തറിയ നിങ്ങള്? ഒരു പെരുന്നാക്ക് ഇയാളെ മോനെ ടൂറുണ്ട് ഐഡിയ പൂർവ്വം. ആ ടൂർ കൊണ്ടുപോയി ഇയാളെ മകന് കള്ളു കുടിപ്പിച്ചു. പിന്നെ ഇപ്പം കള്ളിന്റെ അടിമായി. ഇയാൾക്ക് പിന്നെ ഒരു കാര്യം പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഇയാൾ അസുഖബാധിതനായി. അത് നമ്മളിപ്പോ പള്ളി, മദ്രസ, അത്തരം കാര്യങ്ങൾ, പൊതുപ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോഴേ നമ്മളെ ഒരു കുട്ടിനെ ഇവർക്ക് കിട്ടുക പറഞ്ഞാൽ ഇവർക്ക് വലിയ കിട്ടലേ കാരണം നമ്മളെ ശരിയാക്കാനാണ്. അത് നമ്മളെ കുട്ടികളും അറിയില്ല ഇവരെ വശീകരിക്കുന്നത്. അതാണ് നമ്മളെ നാട്ടിലൊക്കെ SKSF-ഉം സംവിധാനമൊക്കെ വേണം. എന്നിട്ട് കുട്ടികളെ അതിലൊക്കെ പ്രവർത്തിച്ച് പള്ളി, മദ്രസ. അതിനാണ് നമ്മളെ മദ്രസയിൽ സമസ്ത കേരള ജമിയത്തുലമക്ക് കീഴിൽ സുന്നി ബാലവേദി എന്ന കുട്ടികൾക്ക് ചെറുപ്പത്തിലെ അതിനൊരു ഇടം കൊടുക്കുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർക്ക് വേദി വേണം. ഈ വേദി ഉണ്ടാകുന്ന സമയത്ത് ഓൽക്ക് മറ്റുള്ളിലേക്കൊന്നും പോകാനുള്ള ചാൻസ് കിട്ടൂല. ഇനി പടച്ചോന്റെ പടപ്പാളിയും കൂടി ഒരു പേടിയുണ്ടാവും. ഞാൻ ഇതിനൊക്കെ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും വന്നാൽ ആൾക്കാരെ അടുത്തുനിന്ന് അടിയിട്ടുന്നുള്ളൊരു പേടിയിലുണ്ടാവും. മനുഷ്യന്മാരെന്താ പറയാം, എങ്ങനെയായാലും ഈ തെറ്റിക്ക് പോകില്ല. അങ്ങനെ ഞാൻ മറ്റവരൊക്കെ ഉപദേശിച്ച് പോന്നു. ഇപ്പം ഇന്നലെ ആ കൗൺസിലിംഗ് നടത്തേണ്ട ആളെ എന്നെ വിളിച്ചിരുന്നു. നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞു ലേശനോട്. ഞാൻ ഒരു മണിക്കൂറോളം സംസാരിച്ചിട്ടും വഴിക്ക് വരാത്തോണ്ട് പിന്നെ ഇന്നൊരു കള്ളനാക്കുന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അതുകൊണ്ട് പ്രശ്നമൊന്നും വരൂലാറില്ല. അല്ല, ആയിപ്പെട്ട ഒരാളെ സുഹൃത്ത് എനിക്ക് വിളിച്ചിനു, നിങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റൂല പറഞ്ഞിട്ട്. കൗൺസിലിംഗ് നടത്തേണ്ട ആൾക്ക് വിളിക്കുക. അപ്പോൾ ഈ കക്ഷി ആയി തന്നെ പറഞ്ഞോണ്ട് അത്രേ, നിങ്ങൾ മുസ്തഫൈസിന്റെ അടുത്താണ് ചോദിച്ചപ്പോൾ മൂപ്പരോടെ പറയരുത് ഇട്ട് പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല എന്നിട്ട് മൂപ്പർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാണ്. ഇപ്പം ആര്? കഞ്ചാവടിച്ചൻ്റെ കുട്ടിയാണ്. നിങ്ങൾ അതിന് പേടിക്കൊന്നും വേണ്ട, പിന്നെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു വേറൊരു വഴിയില്ല. എല്ലാവരും പറഞ്ഞു, മൂപ്പര് പറഞ്ഞു പിന്നെ സത്യം തെളിയിക്കാൻ പിന്നെ അതന്നെയുള്ള വഴി. ഇതിന് കാര്യം കിട്ടേണ്ട ഇപ്പം അതുകൊണ്ട് നമ്മൾ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ഇറ്റടി അടിച്ചു ഉപദേശിക്കാൻ പാടില്ല, ചാടുപുട്ടാക്കാണ്. പടച്ചോ അങ്ങനെ കൊടുക്കും എവിടുന്നില്ലായിട്ട്, എവിടെയൊക്കെ ഒടിഞ്ഞ് കിടക്കുമ്പോഴേ അറിയുള്ളൂ. പിന്നെ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. പടച്ച റബ്ബ് നമ്മളെ കുട്ടിയാക്കി ഹിദായത്ത് നൽകട്ടെ, ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഈ ആയത്തോടുകൂടെ അതിനൊരു തീരുമാനമായി. ഈ ആയത്തോട് അതുകൊണ്ടല്ലോ നിയമം കർശനമായപ്പോ അറേബ്യയിൽ ഒരു ഭയങ്കര മാറ്റം വന്നു. നിയമം കർശനമാകുമ്പോഴാണ് മാറ്റം വരിക. ഇപ്പൊ പരസ്യമായിട്ട് 100 അടിയൊക്കെ കിട്ടുന്നുണ്ട, പിന്നെ പണിക്ക് പോവാ. വിവാഹം കഴിഞ്ഞ ഒരാൾ അങ്ങനെ ചെയ്ത എറിഞ്ഞു കൊല്ലുന്നുണ്ട, പിന്നെ പണിക്ക് പോവില്ല. ഇപ്പൊ കൊലപാതകങ്ങളിലൊക്കെ അറബ് കൺട്രിയിലൊക്കെ പരമാവധി ഈ കൊലപാതകം കമ്മിയാനുള്ള കാരണം എന്താ? ശിക്ഷ കർശനാണ്. ഇപ്പൊ അബ്ദുറഹീം 20 കൊല്ലം ജയിലിൽ കിടന്നു പറഞ്ഞു. എന്താ നമ്മൾ അവിടുത്തെ നിയമത്തെ പിന്നെ എന്ത് പ്രശംസിക്കാൻ വേണ്ടത്? അവിടെ നല്ല ഇവിടെ 1.5 വയസ്സുള്ള കുട്ടിനെ കൊന്നണ്ടി ഓം ഇറങ്ങും ജാമ്യത്തിൽ ഇറങ്ങും. അതിന്റെ മുമ്പ് ഓം ആദ്യ ഭാര്യയെ അടിച്ചിട്ട് കോമയിലാക്കി, ഇങ്ങോട്ട് ഓം വിലസിയിലെവിടെ. ഇതാണ് നമ്മളെ നാട്ടിലെ നിയമം. ജീവന് വില. അതാണ് നിയമം എപ്പോഴും കർശനായാല്. ഇപ്പൊ സ്കൂളും കോളേജുകളിലൊക്കെ റാഗിങ് നടക്കുന്നുണ്ട്. അതിൽ നിയമം കർശനമായതൊന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ഒക്കെ എല്ലാവരും ഇടാൻ തുടങ്ങിയല്ലോ, പൈസ പോകുന്നുണ്ടപ്പോ. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കേണ്ട കാലത്ത്, ഞാനൊക്കെ 8ൽ 9ലൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്കറിയാം എന്നും സമരക്കാർ ബസ്സിന്റെ ഗ്ലാസ് പൊട്ടിക്കുക. ഇപ്പൊ പൊട്ടിക്കണില്ലല്ലോ. കാരണം എന്താ? അത് രക്ഷിതാക്കൾക്ക് പണിയാവും. പൊട്ടിച്ചാൽ അതിന് പൈസ കൊടുക്കേണ്ടി വരും, നല്ല കുട്ടികൾക്ക് ജാമ്യം കിട്ടുള്ളൂ. ഇങ്ങനെ എല്ലാത്തിനാണ് കർശനാക്കിയാവട്ടെ, എല്ലാവരും നന്നാവും. പക്ഷെ അങ്ങനെ കർശനം ആക്കണില്ല. അതാണ് പ്രശ്നങ്ങൾ. ഏതായിരുന്നാലും പിന്നെ അല്ലാത്തവർക്ക് നിലനിൽപ്പില്ല. എല്ലാത്തിലും നിലനിൽപ്പില്ലാതെ ഇപ്പൊ നല്ലൊരു സർക്കാർ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ നല്ല രൂപത്തിൽ കൈക്കൂലിയൊന്നും വാങ്ങാതെ വളരെ മാന്യമായി പ്രവർത്തിച്ച മൂപ്പര് അവിടുന്ന് എല്ലാവരും കൂടിയിട്ട് തട്ടും. ഇവർക്ക് ശത്രുക്കൾ കൂട്ടിക്കണം എല്ലാത്തിനും. എല്ലാ മേഖലയിലുള്ളതാണ്, എല്ലാ മേഖലയിലുള്ള. ഉഷാറാട്ടെ, നല്ലതാണ്.
ഉണ്ടാവും. അതിപ്പോ പിന്നെ മൂത്താപ്പ ഒരാളെന്നോട് പറഞ്ഞാണേ, അയാൾ അഞ്ചന്റെ കുട്ടിയെ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അഞ്ചൻ പറഞ്ഞാൽ കേൾക്കൂല. അപ്പോൾ അയാളെ ജ്യേഷ്ഠം പിന്നെ കുട്ടിൻ്റെ മൂത്താപ്പ അവനെ ഉപദേശിച്ചു. അയാളെന്നോട് പറഞ്ഞു ഉപദേശിച്ച് അന്ന് തന്നെ വൈകുന്നേരം ഇവന്റെ സുഹൃത്ത് ഇയാൾ വിളിച്ചു പോലെ, പിന്നെ ഞങ്ങളെ ഗ്യാങ്ങിൽപ്പെട്ട ആൾക്കാരെ ഉപദേശിക്കാൻ വന്ന കജ്ജും കാലം അടിച്ചു മുറിച്ചിട്ട് കൊടുത്തോ. അപ്പൊ ഇവൻ മൂത്താപ്പാക്ക് വിളിപ്പിക്കാണ്. ഇതറിഞ്ഞപ്പോ ഓന്റെ നേരെ വാപ്പുണ്ടല്ലോ, ഈ മൂത്താപ്പാന്റെ അഞ്ചം ഓനെ ഒഴിവാക്കി വരിയുന്നു. ഒഴിവാക്കി ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കൂടി ആൾ എന്നോട് പറഞ്ഞു, ഇനി ഓനെ പേരീക്ക് എടുക്കേണ്ട പ്രശ്നമില്ല, ഇപ്പൊ എവിടെ ചോദിച്ചാണ്, എവിടെ ദുബായിൽ എവിടെ ഉണ്ട് എന്നൊക്കെ കേട്ടു. എനിക്ക് ഞാൻ മകല്ല, എന്റെ കാക്കാനവൻ ഭീഷണിപ്പെടുത്തി. ഇങ്ങനത്തെ മക്കളൊക്കെ ഇല്ലാക്കുന്നല്ലേ. അള്ളാഹു താല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. കുട്ടികളില്ലാത്തോരൊരു കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നേർച്ചാക്കി ലക്ഷങ്ങൾ ചെലവാക്കി ചികിത്സയും കാര്യങ്ങളും നടത്തിയില്ലേ. നമ്മൾ എത്ര പ്രതീക്ഷയിലാണ് ഒരു കുട്ടി ഉണ്ടാകാൻ. അവസാനം ഇതൊന്ന് ജീവൻ പോയെങ്കിൽ എന്ന് ആലോചിക്കാണ് ചിലരെ. അതാണ് നമ്മൾ സ്വാലീയങ്ങളാകുക എന്നാൽ ഒരു ചില്ലറ സംഗതിയല്ല. നമ്മളെ കുട്ടികളൊക്കെ 5 നേരം നിസ്കരിച്ച് നല്ല ലെവലിൽ നടക്കുമ്പോൾ നമ്മളതിൻ്റെ വില അറിയില്ല കേട്ടോ. അതിൻ്റെ വില അറിയില്ല. ഇതൊക്കെ വളഞ്ഞു പോയാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്താ. കറിയ അതിനറിഞ്ഞില്ലേ, കണ്ണിന് കുളിർമ വരട്ടെ മറിയം ബീവിയോട്. പിന്നെ അതേമാതിരി ഇരുട്ട് കാരെടുത്ത് കുട്ടികൾ കാറും, കണ്ണിന് കുളിർമ വരണം. അതിനാണ് നമ്മൾ ഇത്തരം സിസ്റ്റങ്ങളൊക്കെ ശരിക്ക് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അല്ലാഹു തആല നമ്മളെ കുട്ടികൾക്ക് ഹിദായത്ത് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിൽക ഹുദൂദുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ നിയമപരിധികളാണ്. വമൻ യുതിഇല്ലാഹ വറസൂലഹു, അല്ലാഹുവിനും അവന്റെ റസൂലിനും ഒരാൾ വഴിപ്പെട്ടാൽ യുദ്ഖിൽഹു ജന്നാത്ത്, അവനെ സ്വർഗീയ ആരാമങ്ങളിൽ അവൻ പ്രവേശിപ്പിക്കും. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഖാലിദീന ഫീഹാ, അതിൽ അവർ നിത്യവാസികളായിരിക്കും. വദാലികൽ ഫൗസുൽ അലീം, അതാണ് മഹത്തായ വിജയം. വമൻ യഅസില്ലാഹ വറസൂലഹു, അല്ലാഹുവിനിക്കും അവന്റെ റസൂലിനിക്കും ഒരാൾ എതിര് പ്രവർത്തിച്ചാൽ, അനുസരണക്കേട് കാട്ടിയാൽ, വയതഅദ്ദ ഹുദൂദഹു, അല്ലാഹുവിന്റെ നിയമപരിധിയെ വിട്ടുകടക്കുകയും ചെയ്താൽ, യുദ്ഖിൽഹു നാറാ, അവനെ അല്ലാഹു നരകത്തിൽ പ്രവേശിപ്പിക്കും. ഖാലിദൻ ഫീഹാ, അതിലവൻ നിത്യവാസിയായിരിക്കും. വലഹു അദാബും മുഹീൻ, അവന് അപമാനകരമായ ശിക്ഷയുണ്ടാകും. വല്ലാത്തി യഹ്തീനൽ ഫാഹിശത മിൻ നിസാഇകും, നിങ്ങളെ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നിന്ന് നീചവൃത്തി ചെയ്ത പെണ്ണുങ്ങൾ, അതായത് വ്യഭിചാരം ചെയ്തവർ, ഫസ്തശ്ഹിദൂ അലൈഹിന്ന അർബഅതൻ മിൻകും, നിങ്ങളിൽ നിന്ന് 4 പേര് അവരുടെ മേലിൽ സാക്ഷി നിൽക്കട്ടെ. ഫഇൻ ഷഹിദൂ, അങ്ങനെ അവർക്കെതിരെ സാക്ഷി നിന്നാൽ, ഫഅംസികൂഹുന്ന ഫിൽ ബുയൂത്, അവരെ വീടുകളിൽ തടഞ്ഞു വെക്കട്ടെ. ഹത്താ യതവഫാഹുന്നൽ മൗത്ത്, മരണം അവരെ പിടിച്ചെടുക്കുന്നവരെ. ഔ യജഅലല്ലാഹു ലഹുന്ന സബീലാ, അല്ലെങ്കിൽ അല്ലാഹു അവർക്കൊരു വഴി കാണിച്ചു കൊടുക്കുന്ന, അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം കാണിക്കുന്നത് വരെ. വല്ലദാനി യഅ്തിയാനിഹാ മിൻകും ഫആദൂഹുമാ, ഇനി ആണുങ്ങളാണെങ്കിൽ അവരെ നിങ്ങൾ പീഡനത്തിന് വിധേയരാക്കണം. ആ പീഡനം എന്ന് പറഞ്ഞാൽ അവരെ അടിക്കുക, ചെരുപ്പ് കൊണ്ട് അടിക്കലൊക്കെ. ഫഇൻ താബാ വഅസ്ലഹ, അവർ നന്മ ചെയ്യുകയും പശ്ചാത്തപിക്കുകയും ചെയ്താൽ, ഫഅറിദൂ അൻഹുമാ, അവരിൽ നിന്ന് നിങ്ങൾ പിന്മാറിക്കോളൂ. ഇന്നല്ലാഹ കാന തവ്വാബർ റഹീമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുന്നവനും അതുപോലെ കാരുണ്യവാനുമാകുന്നു. ഇനി അതിന്റെ ഒരു ബാക്കി തന്നെയാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിൽക ഹുദൂദുല്ലാഹ് വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്ത്. സദഖല്ലാഹു.